ഗുഡ് ഈവനിങ്. സുഖാണോ എല്ലാവർക്കും? കേൾക്കുന്നുണ്ടോ? ക്യാൻ യു ഓൾ ഹിയർ മീ? കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ആരാണ് ആ സ്വീറ്റ് വോയിസ്? ഷംന മാം ആണോ? ഷംനയാണ്. താങ്ക് യു സോ മച്ച് ഡിയർ. താങ്ക് യു. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖാണോ? ഹൗ വാസ് യുവർ ഡേ ടുഡേ? എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസം? വളരെ നല്ലതായിരുന്നു. വളരെ നന്നായിട്ട് പോകുന്നു. ഓക്കെ, ഗുഡ്. നമുക്കങ്ങ് സ്റ്റാർട്ട് ചെയ്താലോ? റെഡിയാണോ എല്ലാവരും? റെഡിയാണ്. ഗുഡ്. അവൻ ഇന്നെന്താ പറ്റി? ഷംന മാം മാത്രമാണെന്ന് തോന്നുന്നു റെഡി ആയിട്ട് വന്നത്. ബാക്കി എല്ലാവരും വെറുതെ വന്നാണോ? ആർ യു ഓൾ റെഡി മൈ ഡിയേഴ്സ്? ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങിയാലോ? ഇന്ന് ഇന്ന് ആക്ച്വലി നമ്മളിവിടെ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ആക്ച്വലി വന്നതല്ല കേട്ടോ. നമ്മൾ എന്തിനാ ഇവിടെ ഇന്ന് വന്നിരിക്കുന്നപ്പോൾ? പുതിയ കാര്യങ്ങൾ പഠിക്കാനല്ലെങ്കിൽ പിന്നെ എന്തിനാ നമ്മളിപ്പോൾ ഒത്തുകൂടിയിരിക്കുന്നത്? എന്തായിരിക്കും? ആ ഷംന മാം എന്നെ പറഞ്ഞോളൂ, എന്തായിരിക്കും? നമ്മൾ ഇന്ന് പുതിയ കാര്യങ്ങൾ പഠിക്കാനല്ല വന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ നമ്മളിവിടെ വന്നത്? നമ്മളെ കയ്യിലുള്ള ദുസ്വഭാവം എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളതും കൂടിയാണ്. നമ്മൾ ഇന്ന് ഇവിടെ നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ച കാര്യങ്ങളെ അങ്ങോട്ട് തുടച്ച് മാറ്റി വേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. അപ്പൊ പുതിയ ഉം. കാര്യങ്ങൾ പഠിക്കാൻ കിട്ടും എന്ന് വിചാരിക്കേണ്ട. നമുക്ക് ഉള്ള വേണ്ടാത്ത കാര്യങ്ങൾ, നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ച കാര്യങ്ങൾ, ഓ അത് വേണ്ടാത്തതായിരുന്നല്ലേ എന്ന് മനസ്സിലാക്കി അതിനെ അൺലേൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. ഓക്കെ. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട ഒരു സംഭവം ഉണ്ട്. നിങ്ങളുടെ ലൈഫിലെ ഏത് ഏരിയയിലാണ് നിങ്ങൾക്ക് ഗ്രോ ചെയ്യണം നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നത്? അതായത് നിങ്ങളുടെ ഹെൽത്തിൻ്റെ ഏരിയയിലാണോ, വെൽത്തിൻ്റെ ഏരിയയിലാണോ, കരിയറിൻ്റെ ഏരിയയിലാണോ, അല്ലെങ്കിൽ ഫാമിലി ഏരിയയിലാണോ, റിലേഷൻഷിപ്പ് ഏരിയയിലാണോ? ഏത് ഏരിയയിലാണ് നിങ്ങൾ ഗ്രോ ചെയ്യണം എന്ന് നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നത്? എനിക്ക് കരിയർ ആൻഡ് വെൽത്ത്. ഓക്കെ, ഗുഡ്. എഴുതി വെക്കണം കേട്ടോ. ഒരു ബുക്കൊക്കെ ഉണ്ടാവുന്നത് നല്ലൊരു കാര്യമാണ്. ചെറുപ്പത്തിലേ നമ്മൾ കുറെ പുസ്തകമൊന്നും വെക്കാത്തത് കൊണ്ടാണ് നമ്മൾ എവിടെ എത്താതിരുന്നതെന്ന് തോന്നുന്നു. പണ്ടൊക്കെ നമ്മൾ ടീച്ചർമാർ എഴുതാൻ പറയുമ്പോൾ എന്ത് എഴുതണം, പക്ഷെ എഴുതുന്നത് നല്ലൊരു സംഭവമാണെന്ന് ഇപ്പോൾ ഈ പ്രായത്തിലല്ലേ നമ്മൾ പഠിക്കുന്നത്. അന്നേരമൊക്കെ നമ്മൾ വിചാരിച്ച ടീച്ചർക്ക് വേണ്ടി നമ്മൾ എഴുതിപ്പിക്കുകയാണ്. എന്താ ചെയ്യാല്ലേ? ഇനിയിപ്പോൾ നമുക്ക് അറിയാലോ എഴുതുന്നത് നല്ല സംഭവമാണ്. അതുകൊണ്ട് എല്ലാവരും എഴുതുക കേട്ടോ. നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഓൺ ദ സ്പോട്ട് വരുന്നത് എന്താണോ ഒന്ന് അവിടെ കുറിക്കുക. കാരണം എന്താണെന്നറിയോ? ഇപ്പം പറഞ്ഞ ഈ ആൻസർ ആയിരിക്കില്ല നിങ്ങൾ 2 പ്രാവശ്യം ചിന്തിച്ചാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഓക്കെ. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോട്ട് ഡൗൺ ചെയ്യുക. എന്താണ് നിങ്ങളുടെ മനസ്സിൽ വരുന്നത് അതങ്ങ് നോട്ട് ഡൗൺ ചെയ്യുക. ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം കൂടി ഉണ്ട്. ഓൺ ദ സ്കെയിൽ ഓഫ് 1 to 10, ഓക്കെ, റേറ്റ് ചെയ്യാൻ പോണേ. നിങ്ങൾ തന്നെ റേറ്റ് ചെയ്യാൻ പോവാണ്. ഓൺ ദ സ്കെയിൽ ഓഫ് 1 to 10. 1 എന്ന് പറഞ്ഞാൽ തീരെ പോക്കാണ്. 10 എന്ന് പറഞ്ഞാൽ ഓ അടിപൊളി, ഒന്നും പറയാനില്ല. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് ഞാൻ പറയാണ്. നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ നിങ്ങൾ ഏത് നമ്പർ കൊടുക്കും? പറയണമെന്നില്ല, നിങ്ങൾ എഴുതിയാൽ മതി. കോൺഫിഡൻസ് ലെവലിന് നിങ്ങൾ എത്ര നമ്പർ കൊടുക്കും? സ്കെയിൽ ഓഫ് 1 to 10 എന്ത് കൊടുക്കും? 6. ഗുഡ്. ഓക്കെ. ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ്, ഒരു കുഴപ്പമില്ല. ഏത് നമ്പറാണോ നിങ്ങളുടെ മൈൻഡിൽ കിടക്കുന്ന അതൊന്ന് പുറത്തേക്ക് വരാൻ വേണ്ടി മാത്രം ചോദിക്കുന്നത് കേട്ടോ. കോൺഫിഡൻസിന് നിങ്ങൾ എത്ര കൊടുക്കും? സെൽഫ് ഡിസിപ്ലിന് നിങ്ങൾ എത്ര കൊടുക്കും? ക്ലാരിറ്റിക്ക് എത്ര കൊടുക്കും? കൺസിസ്റ്റൻസിക്ക് എത്ര കൊടുക്കും? ഒന്ന് നമ്മളെ തന്നെ അങ്ങ് റേറ്റ് ചെയ്യാം. എന്തിനാ നമ്മൾ വേറെ ആളെ കൊടുക്കുന്നത് അല്ലേ? മറ്റുള്ളവരാ സാധാരണ നമുക്ക് ഒയ്യോ നീ ഇത്രേ ആയിട്ടുള്ളൂ അല്ലേ എന്നൊക്കെ പറയാം. നമുക്ക് തന്നെ അങ്ങ് റേറ്റ് ചെയ്യാമെന്നേ. നമ്മൾ എന്തിനാ വേറെ ആളെ ഏൽപ്പിക്കുന്നത്? നമുക്ക് അറിഞ്ഞൂടെ നമ്മൾ റേറ്റ് ചെയ്യാൻ? അപ്പൊ ഇന്ന് നമ്മൾ ഇവിടെ ഇരുന്ന് നമ്മളെ തന്നെ അങ്ങോട്ട് റേറ്റ് ചെയ്യാൻ മാം ഒന്നും പോവാണ്. കൂടി അത് പറയാമോ? ഞാനൊന്ന് ഏതാ? നോട്ട് ചെയ്യുമ്പോൾ ആദ്യം പറഞ്ഞത് നമ്മളെ കോൺഫിഡൻസ്, പിന്നെ കോൺഫിഡൻസ്, പിന്നെ നമുക്ക് ഓക്കെ സെൽഫ് ഡിസിപ്ലിന് എത്ര റേറ്റ് കൊടുക്കാം?
നമ്മളെ ഡിസിപ്ലിന്, ഓക്കെ, ക്ലാരിറ്റിക്ക്. അതായത് ഞാൻ ഇതാണ്, ഞാൻ ഇങ്ങോട്ടാണ് പോകുന്നത്, എനിക്ക് ഇതാണ് ആവേണ്ടത്. ദാറ്റ് ഈസ് ലൈഫ് ക്ലാരിറ്റി. അതിന് നിങ്ങൾ എത്ര മാർക്ക് കൊടുക്കും? നിങ്ങളുടെ കൺസിസ്റ്റൻസിക്ക് എത്ര മാർക്ക് കൊടുക്കും? ഒന്ന് റേറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ എന്തിനാ ഇതെന്ന് വെച്ചാൽ നമ്മൾ ഇന്നത്തെ നമ്മളെ ടോപ്പിക് എന്താ? 10 മൈൻഡ് സെറ്റ്സ് ദാറ്റ് യു ഹാവ് ടു ബ്രേക്ക്, അല്ലേ? അപ്പോൾ അതിന് മുന്നേ ജസ്റ്റ് ഒന്ന് നമ്മൾ എവിടെ നിൽക്കുന്നു എന്നൊക്കെ ഒന്ന് അറിഞ്ഞാലല്ലേ നമുക്ക് മനസ്സിലാവും നമ്മൾ ഇതെന്തൊക്കെയാ എവിടേക്കാ പോകുന്നത്. നമ്മൾ പഠിക്കുന്ന കാര്യം ഉപകാരപ്പെടണമെങ്കിൽ നമുക്ക് അറിയണം ആക്ച്വലി നമ്മൾ ഇന്ന് എവിടെയാണ് നിൽക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇറ്റ്സ് ഫോർ യു. പുറത്ത് പറയണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഓക്കെ, ഇറ്റ്സ് ഫോർ യു. ഓക്കെ അല്ലേ? അപ്പം നമുക്ക് നമ്മളുടെ 10 മൈൻഡ് സെറ്റ് അങ്ങോട്ട് പഠിച്ചാലോ, നോക്കിയാലോ? റെഡി അല്ലേ? ഓക്കെ. ഓക്കെ, 10 എന്നുള്ള രീതിയിൽ ഫസ്റ്റ് വൺ, ഓക്കെ, നോട്ട് ചെയ്തോളൂ. ഫസ്റ്റ് വൺ, ഐ ആം നോട്ട് ഗുഡ് ഇനഫ്. മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ വിശ്വസിക്കുന്ന കുറേ സംഭവങ്ങളാണ് അല്ലേ? ആദ്യത്തെ നിങ്ങൾ ബ്രേക്ക് ചെയ്യേണ്ട സംഭവമാണ് ഐ ആം നോട്ട് ഗുഡ് ഇനഫ്. ഐ ആം നോട്ട് ഗുഡ് ഇനഫ് എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ അത്രക്ക് പോരാ. ഞാൻ അത്ര പോരാ. അത് വേറെ ആള് പറയുമ്പോൾ ഓക്കെ, പക്ഷെ നമ്മൾ തന്നെ നമ്മൾ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഞാൻ അത്രക്ക് പോരാ, തീർന്നല്ലേ? നീ തീർന്നടാന്ന് പറഞ്ഞ പോലെ ആവൂലേ നമ്മൾ തന്നെ അങ്ങനെ വിശ്വസിച്ച് കഴിഞ്ഞാൽ? അപ്പോൾ ഫസ്റ്റ് മൈൻഡ് സെറ്റ് നിങ്ങൾ ബ്രേക്ക് ചെയ്യേണ്ട സംഭവമാണ് ഞാൻ അത്രക്ക് പോരാ എന്ന ചിന്ത. ഐ ആം നോട്ട് ഗുഡ് ഇനഫ്. ഇത് എവിടുന്നാ കിട്ടിയേ? ഈ ചിന്ത നമുക്ക് എവിടുന്നാ കിട്ടിയേ? നമുക്ക് ചിലപ്പോൾ നമ്മളുടെ കുട്ടിക്കാലത്തെ നമ്മളെ കമ്പയർ ചെയ്തിട്ടുണ്ടാവും അല്ലേ? കമ്പാരിസൺ നടന്നിട്ടുണ്ടാവും. പിന്നെ സൊസൈറ്റിയിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുമ്പോഴൊക്കെ ഒരു ജഡ്ജ്മെൻ്റ് ഒക്കെ വന്നിട്ടുണ്ടാവും. ഇനി ഒരു ബിസിനസ് ചെയ്യാൻ പറ്റുമോ എന്ന് തോന്നുമ്പോൾ നമ്മളിങ്ങനെ ഇതിങ്ങനെ ചെയ്തുകൂടെ എന്നൊക്കെ പറയുമ്പോഴായിരിക്കും മറ്റുള്ളവർ അറിയാം, ഓ ഇനിയിപ്പോൾ ഇനിയിപ്പോൾ നീ ഇത് ചെയ്തിട്ടാണ്. അങ്ങനെ നമുക്ക് ഒന്നും പറ്റില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ പോലെ നമുക്കങ്ങ് തോന്നും. ഐ എം നോട്ട് ഗുഡ് ഫോർ ദാറ്റ്, ഐ എം നോട്ട് ഗുഡ് ഫോർ ദിസ്. ആ ഒരു ഫീലിംഗ് നമ്മൾ എത്തുക. സോ ബേസിക്കലി ഇതൊക്കെ വരുന്നത് എവിടെ നിന്നാണ്? നമ്മളുടെ സ്കൂള്, കുട്ടിക്കാലം. പാരൻസ് ആദ്യം പറയും എന്താണ്? ഒന്നും പറയുന്നില്ല, പാരൻസ് അല്ലേ, അവർ സ്കോൾഡ് ചെയ്യും നമ്മളെ. ഒന്ന് ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് എങ്ങനെ തോന്നാം? എൻ്റെ പാരൻസ് എന്നെ ചീത്ത പറഞ്ഞു, അപ്പം ഞാൻ നല്ല കുട്ടിയല്ല. നെക്സ്റ്റ് തിങ്, നമ്മളെ ടീച്ചർ നമ്മളെ ഇഗ്നോർ ചെയ്തു, ഇങ്ങനെ നോക്കിയിട്ട് എന്തിനാണ് സ്കൂളിൽ വരുന്നത്, ഞാൻ നല്ല കുട്ടിയല്ല, ഞാൻ അത്ര മാറ്റർ ചെയ്യുന്നില്ല, ഈ ക്ലാസ്സിൽ ടീച്ചർക്ക് എന്നെ ഇഷ്ടമല്ല. ഓക്കെ ഫൈൻ, കിട്ടി. നെക്സ്റ്റ് തിങ്, നമ്മൾ കൂടെ പഠിക്കുന്ന നമ്മളെ ഫ്രണ്ട്സ് നമ്മൾ അവോയ്ഡ് ചെയ്യുന്നു. എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ കുറേ ഉണ്ടാവില്ലേ, നമ്മൾ സ്കൂളിലൊക്കെ ഇങ്ങനെ ഗ്യാങ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവും. അപ്പം നമ്മൾ ആ ഗ്യാങ്ങിലേക്ക് എടുക്കുന്നില്ലെങ്കിൽ വി ഫീൽ ഞാൻ അത്ര നല്ലതല്ല, ഐ ആം നോട്ട് ലവബിൾ. ആ ഫീലിംഗ് എവിടുന്ന് വന്നു? ഇവിടുന്ന് വന്നു. പക്ഷെ എന്ത് സംഭവിച്ചു? ഇത് പിന്നീട് നമ്മളെ ജീവിതത്തിൽ നമ്മളങ്ങ് വിശ്വസിക്കുകയാണ്, ഐ എം നോട്ട് ഗുഡ് ഇനഫ്, ഐ എം നോട്ട് ഗുഡ് ഇനഫ്, ഐ എം നോട്ട് ഗുഡ് ഇനഫ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമുക്ക് ആ തോന്നൽ അങ്ങോട്ട് വരികയാണ്, എനിക്കത് ചെയ്യണമായിരുന്നു, പക്ഷെ എന്നെക്കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല, അല്ലേ? ആ ഒരു ചിന്ത നമുക്ക് വരുന്നു. സോ നമുക്ക് എന്ത് ചെയ്യും നമ്മളെ ജീവിതത്തിൽ? നമ്മളെപ്പോഴും ഗോൾസ് ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കും, എന്നിട്ട് കാര്യമായിട്ടിരിക്കും. എന്നിട്ട് നമ്മളോട് എല്ലാവരും നമ്മൾ ഗോൾ സെറ്റിങ്ങിനൊക്കെ ഇരിക്കുകയാണെങ്കിൽ നമ്മളോട് പറയും വലിയ വലിയ ഗോൾസ് സെറ്റ് ചെയ്യാൻ. പക്ഷേ ഐ ആം നോട്ട് ഗുഡ് ഇനഫ് എന്നുള്ള മൈൻഡ് സെറ്റ് ഉള്ള ഒരാൾ ചെറിയ ഗോൾ മാത്രമേ സെറ്റ് ചെയ്യൂ. ചെറിയ ചെറിയ കളികൾ എന്ന് പറയില്ല, ചെറിയ ഗോൾസ് മതി, എന്നെക്കൊണ്ട് അതൊക്കെ പറ്റുള്ളൂ, കാരണം ഞാൻ അത്ര നല്ലതല്ലല്ലോ. ഒന്ന്. രണ്ടെന്താണ്, മറ്റുള്ളവർ നമ്മളെ ഇങ്ങനെ ട്രീറ്റ്മെന്റ് മിസ് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യുകയാണെങ്കിലും വി ഡോണ്ട് മൈൻഡ്, അതൊക്കെ ഞാൻ അത്ര നല്ലതല്ലല്ലോ, അപ്പൊ അവർക്കൊക്കെ അങ്ങനെ പറയാം. നെക്സ്റ്റ് തിങ്, നമുക്ക് കുറേ ഓപ്പർച്യൂണിറ്റീസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് പേടിയാ, പടച്ചോനെ ഞാനോ, എന്നെക്കൊണ്ട് ഇത് പറ്റുമോ, ഞാൻ അത്രക്ക് നല്ലതല്ലല്ലോ. വേറൊരു സംഭവമുണ്ട്, ഫിയർ ഓഫ് സക്സസ്. പടച്ചോനെ ഞാനിത് ചെയ്ത് കഴിഞ്ഞ് ഞാനെങ്ങാനും രക്ഷപ്പെട്ടു പോയോ, എന്നെക്കൊണ്ട് ആവോ ഇതൊക്കെ താങ്ങാൻ. അപ്പോൾ ഫിയർ ഓഫ് സക്സസും വന്നവിടെ, റൈറ്റ്? അപ്പോൾ ഫിയർ ഓഫ് സക്സസ് നിങ്ങൾ ഇതിനു മുന്നേ കേട്ടിട്ടുണ്ടോ? ഫിയർ ഓഫ് ഫെയിലിയർ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഫിയർ ഓഫ് സക്സസ് ഇതുവരെ ആരെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ അത്? ഫിയർ ഓഫ് സക്സസ് ഉണ്ട്, എനിക്ക് പ്രശ്നം ഉണ്ടാവാറുണ്ട്. എന്താണ് തോന്നുക അപ്പോ? ഫിയർ ഓഫ് അങ്ങനെയല്ല, അതായത് മെയിൻലി എന്താ വെച്ചാല്
ഇപ്പം ഞാൻ സക്സസ് ആയ ഒരു കാര്യം എനിക്ക് പുറത്ത് പറയാൻ പേടിയാ. അത് ഓക്കെ, അതല്ല ഞാൻ അത് അങ്ങനല്ല, പേടില്ല. അപ്പൊ ആ ഒരു ഭയം എനിക്ക് ഉണ്ടാവും. വേണ്ട വേണ്ട, എന്റെ അടുത്ത് ഒരുപാട് എക്സ്പെക്ട് ചെയ്യും മറ്റുള്ളവര് കുറച്ചും അത് അറിഞ്ഞാല് എന്നുള്ള ഒരു ടെൻഷനാ. അങ്ങനെ അല്ല ഞാൻ പറയുന്നത്, റിയൽ ലൈഫിൽ നിങ്ങൾ സക്സസ്ഫുൾ ആവും. ഇപ്പൊ നാളെ സക്സസ്ഫുൾ ആവും, നിങ്ങൾ ഷുവറായി. അപ്പൊ ഇന്ന് പേടിയാവോ നിങ്ങൾക്ക്, അതോ സന്തോഷമാണോ ഉണ്ടാവണ്ടേ? ആദ്യമൊക്കെ ഫിയർ ആയിരുന്നു, ഇപ്പൊ ഓക്കെയാണ്. ആ ഇപ്പൊ ആവാന്നുള്ള ഇതിലേക്ക് എത്തി. മറ്റേത് എനിക്കൊരു പേടി ഉണ്ടായിരുന്നു. മുന്നോട്ട് തന്ന് സംസാരിക്കുന്നു, വലിയ ആൾക്കാരോടൊക്കെ ഇങ്ങനെ കയറി സ്റ്റേജിലൊക്കെ കയറി. സംസാരിച്ചിട്ട് വരൂലേ? ഞാൻ അയ്യോ എന്റെ പഠിച്ചോനെ, എന്റെ ബിസിനസ് ഇത്ര എത്തിക്കഴിഞ്ഞാൽ പിന്നെ വേറെ ഇൻവെസ്റ്റേഴ്സ് ഒക്കെ നമ്മളത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമോ, മാനേജ് ചെയ്യാൻ പറ്റുമോ? അപ്പൊ ഐ ആം നോട്ട് ഗുഡ് അതെ. ഇനഫ്, ഐ ആം നോട്ട് ഗുഡ് ഇനഫ് എന്ന് വിശ്വസിക്കുന്ന ഒരാൾക്ക് ഫിയർ ഓഫ് സക്സസ് ഉണ്ടാവില്ലേ? ഉണ്ടാവും. സോ നമ്മൾ ആദ്യം തന്നെ എടുത്ത് കളയേണ്ട ഫസ്റ്റ് മൈൻഡ് സെറ്റ് എന്താണ്? ഐ ആം നോട്ട് ഗുഡ് ഇനഫ് എന്നുള്ളത് എടുത്ത് കളയുക. എന്നിട്ട് എന്ത് ചെയ്യണം? ഞാൻ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് എല്ലാത്തിലും ഒരു തോന്നൽ വരാമല്ലേ, ഞാൻ ഇതിനത്ര നല്ലതാണോ, ഞാൻ ഇതിനത്ര നല്ലതാണോ, ഞാൻ ഇതിനത്ര നല്ലതാണോ. അപ്പൊ നമ്മൾ നമുക്ക് ഫീഡ് ചെയ്ത് കൊടുക്കണം ഇനി തൊട്ട്. എന്ത്? ഞാനിതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇതിലൊക്കെ സൂപ്പർ ആവും, എന്നെക്കൊണ്ട് പഠിക്കാനൊക്കെ പറ്റും, ഇറ്റ്സ് ഓക്കെ, ഐ ആം ബിക്കമിങ് ബെറ്റർ ആൻഡ് ബെറ്റർ എവറി ഡേ. നമ്മളിങ്ങനെ അഫർമേഷൻസ് കൊടുത്തുകൊണ്ടിരിക്കും, ഐ എം ഗെറ്റിംഗ് ബെറ്റർ ആൻഡ് ബെറ്റർ എവറി ഡേ. അപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വാട്ട് ഹാപ്പൻസ്, സ്ലോലി നിങ്ങളുടെ ഈ മൈൻഡ് സെറ്റ് അങ്ങോട്ട് ബ്രേക്ക് ആവും. ഓക്കെ, അപ്പൊ എല്ലാവരും എഴുതി എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്താണ് നമ്മളെ ഫസ്റ്റ് മൈൻഡ് സെറ്റ് ബ്രേക്ക് ചെയ്യേണ്ടത്? പറയണോ? ആരും വീഡിയോ ഓൺ ആക്കുന്നില്ല. അപ്പൊ ഇന്ന് എല്ലാവരും ഓഡിയോ കേൾക്കാനുള്ള താല്പര്യത്തിൽ ഞാൻ ഇരിക്കുകയാണ്. കേൾക്കുന്നില്ലേ? നെറ്റ് പോയോ? കേൾക്കുന്നുണ്ട് മാം, പറഞ്ഞത് ആ ഓക്കെ. അപ്പൊ നമ്മൾ ആദ്യത്തെ മൈൻഡ് സെറ്റ് എന്താണ് ബ്രേക്ക് ചെയ്തത്? ഐ ആം നോട്ട് ഗുഡ് ഇനഫ് എന്നുള്ള സംഭവം നോട്ട് ഗുഡ് ഇനഫ്. അത് നമ്മൾ ബ്രേക്ക് ചെയ്തു, ഉറപ്പല്ലേ? ഇന്ന് തൊട്ട് നോ മോർ ഐ ആം നോട്ട് ഗുഡ് ഇനഫ്. സെക്കൻഡ് മൈൻഡ് സെറ്റ് നമ്മൾ ബ്രേക്ക് ചെയ്യേണ്ടത്, മറ്റുള്ളവരെന്താ ചിന്തിക്കുക. ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ ഒരു ചിന്ത? അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും? ഉണ്ടായിട്ടുണ്ടോ? പിന്നെ നല്ല ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒക്കെ ഞാൻ ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അതാണ് നമ്മൾ രണ്ടാമത് ബ്രേക്ക് ചെയ്യേണ്ട മൈൻഡ് സെറ്റ്. എന്താ അത്? വാട്ട് വിൽ അതർ പീപ്പിൾ തിങ്ക്. Yes. എന്തിനാണ് അത് തിങ്ക് ചെയ്യുന്നത്? നിങ്ങൾക്ക് സമയമുണ്ടോ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കാൻ? സമയമുണ്ടോ? നമുക്ക് നമ്മളെ കുറിച്ച് ചിന്തിക്കാൻ തന്നെ സമയമില്ല. ഇന്നിപ്പോ എനിക്കറിയാം, ഞാൻ ഇവിടെ എത്ര പേരുണ്ട്, ഒരു 20-25 പേരുണ്ടായിട്ടുണ്ടാവും. ഞാൻ നിങ്ങളോട് നിങ്ങളെ റേറ്റ് ചെയ്യാൻ പറഞ്ഞതുപോലെ ഇവിടെ എഴുതിയിട്ടുണ്ടാവില്ല. നമുക്ക് സമയമില്ലടോ. അപ്പൊ ആണ് നമ്മൾ വിചാരിക്കുന്ന അവര് നമ്മളെ കുറിച്ച് ചിന്തിക്കുകയെന്ന്. വേറെ പണിയില്ല അവർക്ക്. റിയാലിറ്റി ഈസ് പീപ്പിൾ. ഇനി അഥവാ ഒരു മൊമെന്റിൽ ആൾക്കാർ എന്തെങ്കിലും ഒന്ന് ചിന്തിച്ചെങ്കിലും ദേ ഹാവ് നോ എന്താണ് സമയമേ ഇല്ല. വീണ്ടും വീണ്ടും ലൈലേനെ കുറിച്ചിട്ട് കഴിഞ്ഞ മാസം ഞാൻ എന്തോ ഒന്ന് ചിന്തിച്ചല്ലോ, എന്തായിരുന്നു അത് എന്ന് ചിന്തിക്കാനുള്ള സമയമോ സാഹചര്യമോ ഒന്നും ഇല്ല. സോ റിയാലിറ്റി ഈസ് പീപ്പിൾ ഫോർഗെറ്റ് ദാറ്റ് ബിക്കോസ് ദേ ആർ ബിസി. ഓക്കെ, നിങ്ങൾ തന്നെ പറ, 2 വർഷം മുന്നേ നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ പലതും സംഭവിച്ചിട്ടുണ്ടാവും. നിങ്ങൾക്ക് അത് ഇന്ന് ഓർമ്മയുണ്ടോ? ഇല്ല, അതപ്പൊ കഴിഞ്ഞു. പക്ഷെ ഇതൊക്കെ എവിടുന്നാ നമുക്ക് കിട്ടുന്ന? ഈ ഒരു മൈൻഡ് സെറ്റ് എവിടുന്നാ വന്നത്? കുട്ടിക്കാലത്ത് നമുക്ക് നമ്മളുടെ സാഹചര്യങ്ങൾ, നമ്മളെ എൻവയറമെന്റ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയൊന്നും പറയരുത്. ആന്റി എന്താ വിചാരിക്കുക, അങ്കിൾ എന്താ വിചാരിക്കുക? അപ്പൊ നമ്മളിങ്ങനെ വിചാരിക്കണം, ഓ മറ്റുള്ളവരെന്താ വിചാരിക്കുക, നമ്മളിങ്ങനെ വിചാരിച്ചിട്ടിരിക്കണം അല്ലേ? ആ വിചാരം നമ്മൾ അങ്ങോട്ട് ഏറ്റെടുത്തു. മറ്റുള്ളവരെന്താ വിചാരിക്കുക, നന്നായി പഠിക്കണം കേട്ടോ, ഇല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടുകാർ എന്താ വിചാരിക്കുക. എല്ലാം വിചാരമാണ്. മറ്റുള്ളവരെന്താ വിചാരിക്കുക എന്നുള്ള രീതിയിലാണ് നമ്മളിങ്ങനെ ട്യൂൺ ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പൊ അത് നമ്മളെ ജീവിതത്തിൽ നമ്മൾ വലുതായി കഴിഞ്ഞാലും വി ടേക്ക് ഇറ്റ് ആസ് അവരെന്താ വിചാരിക്കുക, ഇവരെന്താ വിചാരിക്കുക. ഈ ഒരു സംഭവം ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന എപ്പോഴാണെന്നറിയോ? നമ്മളൊരു പബ്ലിക് സ്പീക്കിംഗ് ക്ലാസ്സിലൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ആദ്യം പറയുന്ന സംഭവം, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് സ്റ്റേജിൽ കയറാൻ ഇത്ര പേടിയെന്ന് വെച്ചാൽ, അവിടെ ഇരിക്കുന്നവരെന്താ വിചാരിക്കുക, അവരത് വിചാരിക്കാനാണോ അവിടെ വന്നിരിക്കുന്നത്? ഒരു പബ്ലിക് സ്പീക്കർ സ്റ്റേജിൽ കയറിയിട്ട് ഒരു പ്രഭാഷണം കൊടുക്കാൻ പോകുമ്പോൾ അവിടെ ഇരിക്കുന്നവർ വന്നിട്ടുണ്ട്, ഇപ്പം തലകറങ്ങി വീഴും. അത് കാണാൻ എന്തൊരു രസമാണെന്നറിയോ?
ഓ വീഴുന്നതൊന്ന് കണ്ടാൽ മതിയായിരുന്നു, ആ ബോധം പോവും. ഇത് ചിന്തിച്ചിട്ടാണോ അവിടെ ഇരിക്കുന്നത്? അല്ല, ബട്ട് വി തിങ്ക് ലൈക്ക് ദാറ്റ്. അവർ ചിരിക്കും, അവരെന്താ വിചാരിക്കുക? സോ ഇതൊക്കെ വരുന്നത് കുട്ടിക്കാലത്ത് നമുക്ക് കിട്ടിയ ആ ട്യൂണിങ്ങിൽ നിന്നാണ്. പക്ഷെ അവിടെ പറഞ്ഞത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അങ്ങോട്ട് ഏറ്റെടുക്കുകയാണ്. അപ്പൊ നമ്മൾ ഇനി എന്ത് ചെയ്യണം? റീഫ്രെയിം ചെയ്യണം. ഇതിനെ ബ്രേക്ക് ചെയ്യണ്ടേ ഈ മൈൻഡ് സെറ്റിനെ? അപ്പൊ എന്ത് ചെയ്യണം? മറ്റുള്ളവർക്ക് നമ്മളെ കുറിച്ച് ചിന്തിച്ചിരിക്കാൻ സമയമില്ല, അല്ലേ? ദേ ആർ ഓൾ ബിസി. എനിക്കും മറ്റുള്ളവരെ നോക്കിയിരിക്കാൻ എനിക്കും സമയമില്ല. എന്നെ പോലെ തന്നെയാണ് അവരും. സോ ദേ ഡോണ്ട് ഹാവ് ടൈം ഫോർ ഓൾ ദീസ് തിങ്സ് ആൻഡ് ദേ ഫോർഗെറ്റ്. റൈറ്റ്? അപ്പൊ നമ്മൾ രണ്ടാമത്തെ മൈൻഡ് സെറ്റും ബ്രേക്ക് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. മൂന്നാമത്തെ മൈൻഡ് സെറ്റ് നമ്മൾ ബ്രേക്ക് ചെയ്യേണ്ട കാര്യമാണ് പെർഫെക്ഷൻ. ഞാൻ പെർഫെക്റ്റ് ആവണം. സൂപ്പർ അല്ലേ? ഞാൻ പെർഫെക്റ്റ് ആകിയാൽ മാത്രമേ കാര്യങ്ങൾ ചെയ്യൂ എന്ന് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നല്ല സംഭവമാണല്ലേ. ഞാനിപ്പോൾ നിങ്ങളോട് പറയാം, ഞാനുണ്ടല്ലോ ഒരു പ്രോഗ്രാം നടത്തണമെങ്കിൽ അത് പെർഫെക്റ്റ് ആയാൽ മാത്രമേ നടത്തുള്ളൂ എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവും. കാരണം വാവ്, ഹൈ സ്റ്റാൻഡേർഡ്സ്, എക്സലൻ്റ് പ്രോഗ്രാം ആയിരിക്കും. കണ്ടില്ലേ പറയുന്നത് പെർഫെക്റ്റ് ആവണം എന്ന്. സത്യത്തിൽ എന്താ സംഭവിക്കുന്നതെന്നറിയാം? നമ്മളിങ്ങനെ പെർഫെക്റ്റ് ആവാൻ വേണ്ടി വിചാരിച്ചിരുന്നാൽ ഈ പെർഫെക്ഷൻ്റെ കൂടെ വേറൊരു ആൻറ്റിയും കൂടിയാണ്. 2 ആൻറ്റിമാരുണ്ട്, പെർഫെക്ഷനും പ്രൊക്രാസ്റ്റിനേഷനും. അറിയോ? പെർഫെക്ഷനും പ്രൊക്രാസ്റ്റിനേഷനും ഭയങ്കര സുഹൃത്തുക്കളാണ്. പെർഫെക്ഷൻ വേണം എന്ന് വിചാരിക്കുമ്പോൾ ഈ ആൻറ്റി ഇങ്ങനെ വളരും. പ്രൊക്രാസ്റ്റിനേഷൻ. എന്താ പ്രൊക്രാസ്റ്റിനേഷൻ? ഇപ്പം വേണ്ട, നാളെ ചെയ്യാം, ആയിട്ടില്ല, പിന്നെ ചെയ്യാം. എന്തുകൊണ്ടാണ് അത് വരുന്നത്? നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ലേസി ആയതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. നോ, വൺ റീസൺ ഈസ് പെർഫെക്ഷൻ. ഞാൻ പെർഫെക്റ്റ് ആയാലേ ചെയ്യൂ. അപ്പം എന്ത് സംഭവിക്കും? ഞാൻ ചെയ്യൂല. ചെയ്യാതിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? പ്രൊക്രാസ്റ്റിനേഷൻ കയറി വരും. സത്യത്തില് ഞാൻ ശരിയാണ്. പെർഫെക്റ്റ് ആയാൽ മാത്രമേ ചെയ്യുള്ളൂ എന്ന് പറയുന്ന മനുഷ്യന്റെ മനസ്സിൽ എന്താണെന്നറിയോ? ക്രിറ്റിസിസം ഫീൽ ചെയ്യുന്നു. ഞാൻ തെറ്റിപ്പോയാലേ അവരൊക്കെ ചിരിക്കില്ലേ? അതാണ് സത്യത്തിൽ സംഭവിക്കുന്നത്. അപ്പം ഞാൻ പെർഫെക്റ്റ് ആവട്ടെ, ആയിട്ടില്ല. ഇത് എവിടുന്നാ വന്നേ? ഈ ചിന്ത എവിടുന്നാ വന്നേ? കുട്ടിക്കാലത്ത് നിന്ന് തന്നെയാണ്. കാരണം നമ്മൾ നല്ല മാർക്ക്, പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങുമ്പോൾ നമ്മളെ കെട്ടിപ്പിടിച്ചിട്ട് നല്ല മോള്, നല്ല മാർക്ക് വാങ്ങി, നല്ല മാർക്ക് വാങ്ങിയാല് നല്ല മോള്, തോറ്റുപോയാലോ നിനക്ക് എന്തിനു കൊള്ളാം? തീർന്നു. അപ്പൊ നമ്മൾ എന്ത് വിശ്വസിക്കും? നല്ല മാർക്ക് കിട്ടിയാൽ മാത്രമേ നമുക്ക് മറ്റുള്ളവർ ഇങ്ങനെ ഓക്കെ, അപ്പം ഞാൻ പെർഫെക്റ്റ് ആവണം. ഞാൻ പെർഫെക്റ്റ് ആവട്ടെ എന്നാൽ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇന്ന് തൊട്ട് നിങ്ങൾ ബ്രേക്ക് ചെയ്യുന്ന മൂന്നാമത്തെ മൈൻഡ് സെറ്റാണ് ഞാൻ പെർഫെക്റ്റ് ആവട്ടെ എന്നുള്ള മൈൻഡ് സെറ്റ്. അങ്ങോട്ട് ബ്രേക്ക് ചെയ്യുന്നു. എന്നിട്ട് എങ്ങനെ ചെയ്യുന്നു? എന്താ ചെയ്യാൻ പോണേ? നിങ്ങൾ നിങ്ങളുടെ ഗോളിലേക്ക് എത്തിക്കാനുള്ള ചെറിയൊരു ടാസ്കെങ്കിലും ഇന്ന് തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നു. എന്നിട്ട് മനസ്സിന് പറഞ്ഞു കൊടുക്കുക, ഞാൻ പെർഫെക്റ്റ് ആവാൻ വേണ്ടിയിട്ട് കാത്തിരുന്നാൽ ഞാൻ ഇരുന്നിടത്ത് ആവും. നെറ്റ് കളിക്കുന്നുണ്ടല്ലേ? സ്റ്റക്ക് ആകുന്നുണ്ടോ? നെറ്റ് സ്റ്റക്ക് ഉണ്ട്. ഇടയ്ക്ക് പറയുന്നത് ലാഗ് ചെയ്തിട്ടുള്ള. ഇപ്പൊ ഓക്കെ ആണോ? ഡിവൈസിന്റെ പ്രശ്നമാണ്. ഇപ്പൊ ഓക്കെ ആണോ? ഇപ്പൊ ഓക്കെയാണ്. അതിന് തൊട്ട് മുമ്പ് പറഞ്ഞത് ഇതില്ല, കേട്ടില്ല. ഓക്കെ. ഞാൻ പറഞ്ഞത് നമ്മൾ ഇന്ന് തൊട്ട് ബ്രേക്ക് ചെയ്യുന്ന മൂന്നാമത്തെ മൈൻഡ് സെറ്റ് ആണ് ഐ മസ്റ്റ് ബി പെർഫെക്റ്റ്. ഞാൻ പെർഫെക്റ്റ് ആവണം എന്ന ചിന്ത മായ്ച്ചു കളയാം. എന്നിട്ട് ഫീഡ് ചെയ്യുക, റീഫ്രെയിം ചെയ്യുക. എന്താ റീഫ്രെയിം ചെയ്യുക? ഞാൻ ഈ കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്ലോലി ഓക്കെ, ഒന്നും അറിയാതെ പോയിട്ട് ചാടിക്കറി വലിയൊരു സംഭവം ചെയ്യാന്നല്ല, ചെറിയ സ്റ്റെപ്പ് ഞാൻ എടുക്കും. അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഞാൻ സ്ലോലി പെർഫെക്റ്റ് ആവാൻ തുടങ്ങും. അത് ഞാൻ എന്നെ പറഞ്ഞ് മനസ്സിലാക്കും. അപ്പം എന്ത് സംഭവിക്കും? നമ്മളുടെ ഈ മൂന്നാമത്തെ മൈൻഡ് സെറ്റും ബ്രേക്ക് ആവും. അതായത് പെർഫെക്റ്റ് ആയാൽ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ എന്ന് പറയുന്ന ആ ഒരു മൈൻഡ് സെറ്റും അവിടെ ബ്രേക്ക് ആവും. ഓക്കെ, അപ്പൊ നമ്മൾ 3 മൈൻഡ് സെറ്റ് ബ്രേക്ക് ചെയ്തേ. ഓക്കെ, അപ്പൊ 4ാമത്തിലേക്ക് പോവാം. 4ാമത്തെ മൈൻഡ് സെറ്റ് ആണ്
സമയമില്ല. എനിക്ക് അധികം ഉം. വരുന്ന പേഴ്സണൽ മെസ്സേജാണ്. മാമിൻ്റെ പബ്ലിക് സ്പീക്കിങ്ങിൻ്റെ കോഴ്സ് അടുത്ത മാസം വരുമോ? ഞാൻ പറഞ്ഞു അടുത്ത മാസമോ? അതെന്താ, ഈ മാസം 15-ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടല്ലോ. ഈ മാസം സമയമില്ല, അടുത്ത മാസം ഉണ്ടാവുമോ? എനിക്ക് എന്തായാലും ചെയ്യണമെന്നുണ്ട്, പക്ഷെ ഈ മാസം പറ്റൂല, അടുത്ത മാസം. ഞാൻ ചോദിച്ചു എന്ത് പറ്റി? ഈ മാസം എനിക്ക് ഹസ്ബൻഡ് ദുബായിൽ നിന്ന് വരുന്നുണ്ട്, മക്കള് രാവിലെ സ്കൂളിൽ അയക്കാനുണ്ട്, പിന്നെ അവർക്ക് മദ്രസയിലെ പരീക്ഷയുണ്ട്, പിന്നെ രാവിലെ ഇത് ചെയ്യാനുണ്ട്. അപ്പോൾ അടുത്ത മാസം അതുണ്ടാവും. അടുത്ത മാസം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇഫ് യു ഡോണ്ട് ഹാവ് ടൈം ടുഡേ, ടുമോറോ ഓൾസോ യു ഡോണ്ട് ഹാവ് ടൈം. ഈ ടൈം എന്ന് പറയുന്നത് പാവപ്പെട്ടവനും പണക്കാരനും ഒക്കെ 24 hours മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരിക്കലും നമുക്ക് ടൈം മാനേജ് ചെയ്തിട്ട് ഒരു കാര്യം ചെയ്യാന്ന് വിചാരിക്കരുത്. സെൽഫിനെ മാനേജ് ചെയ്തിട്ട് മാത്രമേ നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. യു ഹാവ് ടു മാനേജ് യുവർ സെൽഫ്. ഇപ്പോൾ ഇന്ന് എനിക്ക് പല കാര്യങ്ങളും ഉണ്ടായിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ട്. അതൊക്കെ ഞാൻ എന്ത് ചെയ്തു? എനിക്കറിയാലോ ഇന്ന് എനിക്ക് ഇത് ചെയ്യണം. ഇതിന് ശേഷം 8:30 എനിക്ക് എൻ്റെ ക്ലാസ് ഉണ്ട്, വേറെ വെബിനാർ, എൻ്റെ പബ്ലിക് സ്പീക്കിങ്ങിൻ്റെ ക്ലാസ് ഉണ്ട്. അപ്പം ഞാൻ ഇതൊക്കെ എന്ത് പറ്റി ഒന്ന് എഴുതി ടൈം ബ്ലോക്ക് ചെയ്തിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. അല്ലാതെ എനിക്ക് പറയാൻ പറ്റുമോ, ഓ തേഴ്സ്ഡേ 8:30 എടുക്കേണ്ട ക്ലാസ് ഇന്ന് പറ്റില്ല കേട്ടോ, ഇന്ന് എനിക്കൊരു വെബിനാർ ഉണ്ട് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. യു ഹാവ് ടു ഡു ഇറ്റ്. So you can never keep a mindset of I don't have time. I don't have time എന്ന് പറഞ്ഞൊരു സംഭവമില്ല. ടൈം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ്, നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇന്ന് ചെയ്യുക. ഇന്ന് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ലാത്ത കാര്യങ്ങൾ നാളത്തേക്ക് മാറ്റുക. എനിക്ക് സമയമില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ എനിക്ക് ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ടാണ്. ഞാൻ ഇത് ചെയ്യണോ അത് ചെയ്യണോ ഇത് ചെയ്യണോ അത് ചെയ്യണോ എന്നുള്ള ചിന്ത കൊണ്ട് നമുക്ക് ക്ലാരിറ്റി ഇല്ലാതാകുമ്പോഴാണ് നമ്മൾ സമയമില്ല എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയോ, അധിക സ്വപ്നങ്ങളും നമ്മളെ ഡ്രീംസ് ഒക്കെ ചത്ത് ഒടുങ്ങി പോകുന്നത് ഈസ് നോട്ട് ബിക്കോസ് യു ഡോണ്ട് ഹാവ് ടൈം. ഇറ്റ്സ് ബിക്കോസ് ലാക്ക് ഓഫ് ക്ലാരിറ്റി. നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞൂടാ. നമുക്ക് ആകെ ഒരു ഇതാണ്. അത് മാത്രമല്ല, നമുക്ക് വേറൊരു സംഭവം കൂടിയുണ്ട് സമയത്തിന്റെ കാര്യത്തിൽ പറയുന്നത്. ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ തുടങ്ങുമ്പോൾ, ഓ ഇനി ഇപ്പോഴാണോ നീ ഇതൊക്കെ ചെയ്യാൻ പോകുന്നത്? ആ സമയം എന്താ? നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യം പഠിക്കാൻ പോകുന്നു. അപ്പൊ നമ്മളെ കുടുംബക്കാർ, ഓ ഇനിയിപ്പോ ഈ പ്രായത്തിലാണ് നീ പഠിക്കാൻ പോകുന്നത്. അതെന്ത് സമയം? നിങ്ങൾ എപ്പോഴെങ്കിലും അങ്ങനെ അനുഭവിച്ചിട്ടുണ്ടോ? ആരെങ്കിലും നിങ്ങളോട് അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ? എന്തെങ്കിലുമൊക്കെ കാര്യം പഠിക്കാൻ പോകുമ്പോൾ, ഇനിയിപ്പോ നീ ഇപ്പൊ ഈ പ്രായത്തിലാണ് നീ പഠിക്കാൻ പോകുന്നത്. എല്ലാവർക്കും ഒരു ചിന്തയുണ്ട് അല്ലെ, ഒരു പ്രായത്തില് ഇത് ചെയ്യാൻ പോയിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇന്ന് KFC ഉണ്ടാവുമോ? KFC ഏത് പ്രായത്തിലാണ് നമുക്കൊക്കെ ലോകത്തിനായിട്ട് കിട്ടിയതെന്നറിയോ? അവരെ സാൻഡൻസിന്റെ 65-ാമത്തെ വയസ്സിലെങ്ങാണ്ട. അപ്പൊ അവിടെ ഒരു ഏജ് ലിമിറ്റ് ആയിരുന്നെങ്കിൽ നമുക്കിന്നത് കിട്ടുമോ? പിന്നെ വേറെ സംഭവമുണ്ട്, നമ്മൾ വിശ്വസിക്കുന്ന ഒരു സംഭവം. ഒരു 30 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അയ്യോ ഇനിയും കല്യാണം കഴിഞ്ഞില്ലേ, ഇനി എപ്പോഴാ? ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഈ ഒരു ഏജിൽ കല്യാണം കഴിഞ്ഞില്ലെങ്കിലും പിന്നെ ഒരു കാര്യമില്ല എന്ന്? ആരാ ഇതൊക്കെ കണ്ടുപിടിച്ചത്? നിങ്ങൾ എപ്പോഴും ചിന്തിക്കാം, മേ ബി ചിലവർ 18-ാമത്തെ വയസ്സിൽ കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവും, പക്ഷെ 25-ാമത്തെ വയസ്സിൽ ഡിവോഴ്സ് ആയിട്ടുണ്ടാവും. അതിനേക്കാൾ എത്രയോ നല്ലതല്ലേ 40-ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുന്നത്. സോ ഡോണ്ട് തിങ്ക് ടൈമും നമ്മളെ ഏജ് ഒക്കെ ഒരു ലിമിറ്റാണ്, എനിക്കതില്ലല്ലോ അത് കഴിഞ്ഞല്ലോ, അങ്ങനെ ഒന്നും ചിന്തിക്കരുത്. എവ്രിബഡി ഹാവ് ദിയർ ഓൺ ടൈം. നിങ്ങൾ എപ്പോഴാ എൻ്റെ കോഴ്സിലൊക്കെ വരുന്നവർ പറയുന്ന ഒരു സംഭവമുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഒയ്യോ മാം ഈ മാസം ഉണ്ടാവില്ല കേട്ടോ, ഞാൻ അടുത്ത മാസം അടുത്ത ബാച്ചിലായിരിക്കും ജോയിൻ ചെയ്യുന്നത്. ഞാൻ അവരോട് ലാസ്റ്റ് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, നിങ്ങൾക്ക് എപ്പോഴാണോ കറക്റ്റ് സമയം എന്ന് തോന്നുന്നത് അതാണ് നിങ്ങളുടെ സമയം. ഈ മാസം ജോയിൻ ചെയ്യാനാണ് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ അതായിരിക്കും നിങ്ങളുടെ സമയം. ഇല്ല ഇതായിട്ടില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മേ ബി ദാറ്റ് ഈസ് യുവർ ടൈം. സോ ഒരിക്കലും ഐ ഡോണ്ട് ഹാവ് ടൈം എന്ന മൈൻഡ് സെറ്റും വെച്ചിട്ട് ഇരിക്കരുത്. ഓക്കെ, അപ്പൊ നമ്മൾ എത്ര മൈൻഡ് സെറ്റ് ബ്രേക്ക് ചെയ്തു? 4. 5-ാമത്തേലേക്ക് പോവാം. 5-ാമത്തേതാണ്, ഞാന് ഇങ്ങനെ തന്നെയാണ്, എനിക്കിനി മാറാനൊന്നും പറ്റില്ല.
വേറെ ഒരു പാട്ടില്ല അങ്ങനെ, എന്തായിരുന്നു അത്? എന്നെ തല്ലണ്ട അമ്മാവ, ഞാൻ നന്നാവൂല എന്ന് പറഞ്ഞ സംഭവം. നന്നാവും. ആ, അതുപോലെ ഒരു സംഭവം ഉണ്ട് നമ്മളുടെ മനസ്സിലും. ഞാനൊന്നും മാറാൻ പോകുന്നില്ല, ഞാൻ ഓൾറെഡി ഇങ്ങനെയൊക്കെ തന്നെയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മളെ ഐഡന്റിറ്റി ക്രൈസിസ് ആണ് വരുന്നത്. ഇപ്പൊ നമ്മൾ വിശ്വസിക്കുകയാണ്, ആ, സ്റ്റേജിൽ കയറി സംസാരിക്കാനോ, അയ്യോ ഞാനൊരു ഇൻട്രോവേർട്ടാ. ആര് പറഞ്ഞു? എനിക്കുണ്ടല്ലോ പെട്ടെന്ന് ദേഷ്യം വരും. ആര് പറഞ്ഞു? ഞാൻ ഭയങ്കര ഇമോഷണലാ, എനിക്കൊന്നും കണ്ടെടുക്കാൻ പറ്റില്ല. ആര് പറഞ്ഞു? ആക്ച്വലി എന്താ സംഭവിക്കുന്നതെന്നറിയോ? നിങ്ങൾ തന്നെ നിങ്ങൾക്കൊരു ലോക്ക് ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾ തന്നെ നിങ്ങൾക്ക് ലോക്ക് ഇട്ട് കൊടുക്കുകയാണ്. നീ ഇതാണ്, നീ ഇമോഷണൽ ആണ്, നിനക്ക് പെട്ടെന്ന് ദേഷ്യം വരും, നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല, നിനക്ക് അത്ര ബുദ്ധി ഇല്ല, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ തന്നെ നമ്മളിങ്ങനെ ഫീഡ് ചെയ്തിട്ട് അവിടെ ലോക്ക് ചെയ്തിട്ട് അവിടെ ഇരുത്തുകയാണ്. അപ്പൊ എന്ത് സംഭവിക്കുമെന്നറിയോ? നിങ്ങളെ ഐഡന്റിറ്റി അവിടെ ഫിക്സ്ഡ് ആയി കിടക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ തോന്നൂല. അയ്യോ ഞാനോ, അയ്യോ. അപ്പൊ എവിടുന്നാ ഈ ചിന്തകളൊക്കെ വന്നേ? ഈ മൈൻഡ് സെറ്റ് എവിടുന്നാ വന്നേ? ചെറുപ്പത്തില് അധികം എൻ്റെ ഒരു കസിൻ ഉണ്ട് കേട്ടോ. ആ മോന് എനിക്കറിയാം, അവൻ്റെ 10ാമത്തെ വയസ്സ് തൊട്ടിട്ട് അവൻ കടയിൽ പോയി സാധനങ്ങൾ വാങ്ങാറുണ്ട്. 10ാമത്തെ വയസ്സ് തൊട്ടിട്ട് അവൻ കടയിൽ പോയി സാധനങ്ങൾ വാങ്ങാറുണ്ട്. പക്ഷെ എപ്പം വാങ്ങിയിട്ട് വന്നാലും അതിൽ ഒരു സാധനങ്ങളുണ്ടാവും തെറ്റിച്ചത്. ഷുവറാണ്. എപ്പം വാങ്ങി വന്നാലും ഒരു സാധനങ്ങളും തെറ്റിച്ചിട്ടുണ്ടാവും. ഇല്ലെങ്കിലും മുട്ട വാങ്ങിയിട്ട് വരാൻ പറഞ്ഞാൽ ഒരു 10 മുട്ട വാങ്ങാൻ പറഞ്ഞാൽ വീട്ടിലെത്തുമ്പോഴേക്കും ഒരു 6 മാത്രം, 4 അവൻ പൊളിക്കും. അതങ്ങനെയാണ്. ഓക്കെ, ഇത് എപ്പോഴും ഇവനോട് നമ്മളിങ്ങനെ പറയും. അതായത് മേ ബി ഹിസ് മദർ ഓർ ഹിസ് ഗ്രാൻഡ് മദർ ഓർ ഹൂവർ ഇസ് ദെയർ അറൗണ്ട് ഹിം, അവരോട് ഇങ്ങനെ പറയാം, ഓ നീ എപ്പം പോയാലും തെറ്റിക്കും, ഓ നീ എപ്പം പോയാലും ഈ മുട്ട പൊട്ടിച്ചിട്ടേ വരും. അപ്പം നമ്മളിങ്ങനെ കേൾക്കാണ്, ഡെയിലി ഇങ്ങനെ കേൾക്കാണ്. നാളെ പോകുമ്പോഴും അതേപോലെ അവൻ ആവശ്യമില്ലാതെ അവിടെ നിന്നിട്ടൊരു കൺഫ്യൂഷൻ. കറിവേപ്പിലാണോ മല്ലിച്ചപ്പാണോ? മല്ലിച്ചപ്പാണ്. അപ്പോഴേക്കും കറിവേപ്പിലായിരിക്കും. കറിവേപ്പിലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മല്ലിച്ചപ്പായിരിക്കും. അങ്ങനെ അവൻ തന്നെ ക്രിയേറ്റ് ചെയ്യും അങ്ങനത്തെ സിറ്റുവേഷൻസ്. അപ്പൊ എന്ത് സംഭവിക്കും? ഇത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് അടിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഈ റിപ്പീറ്റഡ് പാറ്റേൺസ് കാണുമ്പോൾ നമ്മൾ അങ്ങോട്ട് വിശ്വസിക്കാൻ തുടങ്ങി, എന്നെ മാറ്റാനൊന്നും പറ്റില്ല, ഞാൻ ഓൾറെഡി ഇങ്ങനെ ആയി, ഞാൻ ഇങ്ങനെ ആയിപ്പോയി. മറ്റുള്ളവർ നമുക്ക് ലേബിൾ തന്നപ്പോൾ നമ്മൾ എന്ത് സംഭവിച്ചു? നമ്മളും അത് ഉള്ളിലേക്ക് അങ്ങ് എടുത്തു. അപ്പം എന്ത് സംഭവിക്കും? നമുക്ക് ഫിയർ വരും. അതൊന്ന് ഇത് എന്നെ ഇങ്ങനെ ഏൽപ്പിക്കാനൊന്നും കൊള്ളില്ല കേട്ടോ, ഞാൻ എപ്പോഴും തെറ്റിക്കും, ഞാൻ എപ്പോഴും അങ്ങനെ, ചെറുപ്പത്തിലേ അങ്ങനെയാണ്, ഞാൻ തെറ്റിക്കും. അങ്ങനെ ഒരു ആളാ ഞാൻ. നിങ്ങൾ ഇന്ന് തൊട്ട് മനസ്സിലാക്കുക, ഈ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾ ബ്രേക്ക് ചെയ്യുന്നു. കാരണം എന്താണെന്നറിയോ? ഹ്യൂമൻ ബീയിങ്സ് ആർ നോട്ട് ഫിക്സ്ഡ്. നമ്മൾ ഫിക്സ്ഡ് ഒന്നല്ല. 10 കൊല്ലം മുന്നേയുള്ള നിങ്ങളാണോ ഇന്ന്? 10 കൊല്ലം മുമ്പിലുള്ള ശോഭന മാമാണോ ഇന്ന് ഇവിടെ ഇരിക്കുന്നത്? ആണോ? 10 കൊല്ലം മുമ്പിലുള്ള ഷീബ മാമാണോ ഇവിടെ ഇരിക്കുന്നത്? അല്ല. 10 കൊല്ലം മുമ്പിലുള്ള നിങ്ങളുടെ ചിന്താഗതിയും ഇന്നത്തെ നിങ്ങളുടെ ചിന്താഗതിയിലും വ്യത്യാസമുണ്ട്. എന്തുകൊണ്ടാണെന്നറിയോ? നമ്മളുടെ ബ്രെയിന് ന്യൂറോ പ്ലാസ്റ്റിക് ആണ്. എന്തുകൊണ്ട്? ന്യൂറോപ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ എന്താണോ ഫീഡ് ചെയ്യുന്നത് അതിനനുസരിച്ച് നമുക്കതിനെ റീവയർ ചെയ്യാൻ പറ്റും, നമുക്ക് പുതിയ ശീലങ്ങൾ ഉണ്ടാക്കാൻ പറ്റും, പുതിയ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും, എന്തും ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ മാറില്ലേ, ഇനി എങ്ങനെ മാറാനാ എന്നുള്ള മൈൻഡ് സെറ്റ് നിങ്ങൾ ഇന്ന് ബ്രേക്ക് ചെയ്യുന്നു. ബ്രേക്ക് ചെയ്യൂലേ? യെസ്. യെസ്. അപ്പൊ 5 മൈൻഡ് സെറ്റ് ബ്രേക്ക് ആയോ? യെസ്. അപ്പൊ 6ാമത്തേലേക്ക് പോവാം. ഐ ഷുഡ് നോട്ട് മേക്ക് മിസ്റ്റേക്സ്. ഞാൻ തെറ്റ് വരുത്താൻ പാടില്ല, ഞാൻ ഒരു തെറ്റും വരുത്താൻ പാടില്ല. ഞാൻ ആരാ മോള്? ഞാൻ ലൈലയാണ്, ഞാൻ തെറ്റിക്കില്ല. ഞാൻ മൂസര മോളാ, ഞാൻ തെറ്റിക്കില്ല, ഞാൻ തെറ്റിക്കാൻ പാടില്ല. ഐ ഷുഡ് നോട്ട് മേക്ക് മിസ്റ്റേക്സ്. ഇങ്ങനത്തെ ചിന്ത ആർക്കാ ഉള്ളത് ഇവിടെ? എനിക്കുണ്ടത്. അതൊരു മൈൻഡ് സെറ്റാണ്, അത് ബ്രേക്ക് ചെയ്യണം. അതിന്റെ പാർട്ട് ഓഫ് ആയിട്ട് വരുന്നതാണ് ഈ പെർഫെക്ഷൻ എന്ന് പറയുന്ന സംഭവം. എനിക്ക് ഇതുവരെ ഭയങ്കരമായിട്ട് കണക്ഷൻ തോന്നുന്നുണ്ട്. യെസ്. തെറ്റ് പറ്റാൻ പാടില്ല എന്നുള്ളൊരു ചിന്ത, തെറ്റിക്കാനേ പാടില്ല.
എന്തുകൊണ്ടാണെന്നറിയോ? നമ്മൾ ചെറുപ്പത്തിൽ എന്തെങ്കിലും ഒരു തെറ്റ്, എന്തെങ്കിലും ഒരു ചെറിയ തെറ്റായിരിക്കും, അപ്പം നമ്മളെ പാരൻസ് ആയാലും നമ്മളെ ടീച്ചേഴ്സ് ആയാലും നമ്മളെ സ്കോൾഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഇത് ചെയ്തോ നീ. ഇൻസ്റ്റഡ് അവർ നമ്മളെ ഗൈഡ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഈ ഒരു ഫീലിംഗ് വരൂലായിരുന്നു. ഈ ഗൈഡൻസിന് പകരം അവർ നമ്മളിങ്ങനെ ഓ വീണ്ടും തെറ്റിച്ചു, മണ്ടൻ തന്നെ മണ്ടൻ. അത് പറയുമ്പോൾ വീണ്ടും അത് നമ്മുടെ ഉള്ളിലേക്ക് എടുത്തു. സ്ലോലി അത് നമ്മളാക്കി മാറ്റുകയാണ് വീണ്ടും. ഓ തെറ്റിക്കാൻ പാടില്ല. ചെറുപ്പത്തിൽ തെറ്റിയെന്ന് പറയുമ്പോൾ ദേസ് സേ ഓ ഒന്നിനും കൊള്ളാത്ത മണ്ടനാന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ തെറ്റിക്കാൻ പാടില്ല. ഐ ഷുഡ് നോട്ട് മേക്ക് മിസ്റ്റേക്സ്. യെസ്, നമ്മൾ നന്നായിട്ട് പ്രവർത്തിച്ചാൽ മാത്രമേ എല്ലാവരും ഓ അടിപൊളി കേട്ടോ, നീയാണ് സൂപ്പർ, നീയാണ് അടിപൊളി എന്നുള്ള അപ്രീസിയേഷൻ കിട്ടണമെങ്കിൽ ഒരു മിസ്റ്റേക്ക് പോലും ഞാൻ വരുത്താൻ പാടില്ല. യെസ്, മിസ്റ്റേക്ക് വരുത്തിച്ചൂടാ. മിസ്റ്റേക്ക് വന്നാൽ നാണക്കേടാ. മിസ്റ്റേക്ക് നമ്മളുടെ ഫെയിലിയറാണ്. അങ്ങനെയാണോ? അല്ല. നിങ്ങളൊരു മിസ്റ്റേക്ക് വരുത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? നിങ്ങൾ എന്തോ ഒരു പുതിയ കാര്യം ചെയ്യാൻ ഇറങ്ങി എന്നാണ് അർത്ഥം. നിങ്ങൾ ഇതുവരെ ചെയ്യാത്ത ഒരു പുതിയൊരു കാര്യം നിങ്ങൾ ചെയ്യാനുള്ള കറേജ് എടുത്തിട്ടുണ്ട്. അപ്പോഴാണ് ഈ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞ സംഭവം വന്നത്. ആ മിസ്റ്റേക്ക് നിങ്ങളുടെ ലേണിംഗ് ആണ്. നിങ്ങൾ ആ പുതിയ കാര്യം ചെയ്യുമ്പോഴുള്ള നിങ്ങൾക്ക് കിട്ടുന്ന ലേണിംഗ്, നിങ്ങൾക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക് ആണ്. ഓ നീ ഇങ്ങനെ പോകരുത്, ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ സംഭവിക്കും, അതിന് പകരം ഇങ്ങനെയാണ് പോണ്ടത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം പോണ്ടേ. നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഓ മൈ ഗോഡ് ഇത് ഈ വഴിയല്ല പോണ്ടതല്ലേ, ഓ ജസ്റ്റ് ഒരു ഡിഗ്രി ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് പോയിനെങ്കിൽ കറക്റ്റ് ആയേനെ. അത് കിട്ടണമെങ്കിൽ നിങ്ങൾ ആദ്യം മിസ്റ്റേക്ക് ചെയ്താലേ നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നത്. അപ്പോൾ മിസ്റ്റേക്കിന് ഒരിക്കലും നിങ്ങൾ പേടിക്കരുത്. മിസ്റ്റേക്ക് ഒരു ഷെയിമോ ഒരു ഫെയിലിയറോ അല്ല, അതൊരു ലൈഫ് ലെസനാണ്. അപ്പം നിന്ന് തൊട്ട് നിങ്ങൾ മനസ്സിലാക്കുക. അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ കുഞ്ഞുമക്കൾ അവർ ആദ്യമായി നടക്കുന്നു അല്ലേ, പുതിയതായിട്ട് നടക്കുമ്പോൾ അവരെങ്ങനെയാണ് നടക്കുക? 2 സ്റ്റെപ്പ് എടുക്കുന്നു, വീഴുന്നു, 2 അന്നേരമൊക്കെ നമ്മളുടെ പാരൻസ് ആയാലും നമ്മളായാലും വീഴുമ്പോൾ കുട്ടിയും ചിരിക്കുന്നു, നമ്മളും ചിരിക്കുന്നു, സന്തോഷിക്കുന്നു. അന്നേരം മിസ്റ്റേക്ക് ഒന്നുമില്ല. ഓ അവൻ കാല് ഇങ്ങനെ വെച്ചത് കൊണ്ടാണ് വീണത്, ഇങ്ങനെ വെച്ചിരുന്നെങ്കിൽ വീഴൂലായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടോ കുട്ടിക്ക്? ഓ മോനെ നീ ഇങ്ങനെ വെച്ചത് കൊണ്ടാണ് കേട്ടോ, എനിക്ക് ബുദ്ധിയില്ലാത്തതുകൊണ്ടാണ്, നീ ഇങ്ങനെ വെച്ചിരുന്നെങ്കിൽ നീ വീഴില്ലായിരുന്നു എന്നില്ല. അന്നേരം വി ആർ ജസ്റ്റ് ടെല്ലിങ് ദം ട്രൈ ഇറ്റ്സ് ഓക്കേ. അങ്ങനെയല്ലേ നടക്കുക. അപ്പം എന്ത് സംഭവിക്കുന്നു? ആ കുട്ടി ഹാപ്പി ആയിട്ട് തന്നെ വീണ്ടും നടക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ സ്ലോലി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ദെൻ സ്ലോലി ഓടാൻ തുടങ്ങുന്നു. അപ്പം ഇതേപോലെ തന്നെയാണ് നമ്മൾ 25-30 വയസ്സായിട്ട് ഇതേപോലെ ഒരു ചെറിയ നടക്കാൻ നോക്കുന്നു, എന്തോന്ന് സംഭവം ചെയ്യാൻ നോക്കുന്നു, ഫെയിൽ ആവുന്നു, മിസ്റ്റേക്ക് ആവുന്നു. അപ്പം നമ്മൾ എന്തിനാ ക്രിട്ടിസൈസ് ചെയ്യുന്നത്? നമ്മൾ എന്തിനാ അതൊരു ഫെയിലിയർ ആയിട്ട് കാണുന്നത്? ദാറ്റ് ഈസ് ഓൾസോ എ ലൈഫ് ലെസൺ. ഇങ്ങനെയല്ല നടക്കേണ്ടത്, ഇങ്ങനെ ചവിട്ടി നടക്കണം. ഓക്കെ, പിടികിട്ടി. ഓക്കെ, വേറൊരു എക്സാമ്പിള്. നമ്മളുടെ ഒരു ടീച്ചർ ക്ലാസ്സിലേക്ക് പോയി. ആ ക്ലാസ്സിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തു. ആദ്യത്തെ ഡിവിഷനോട് പറഞ്ഞു, നിങ്ങൾ ഒരൊറ്റ പോട്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ കുടമില്ലേ, ഒരു കുടം ഉണ്ടാക്കണം, പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കണം കേട്ടോ, ഒരു മിസ്റ്റേക്ക് ഉണ്ടാകാൻ പാടില്ല, ബ്യൂട്ടിഫുൾ പെർഫെക്റ്റ് ആയിട്ട് ഒറ്റ ഒന്ന് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു. മറ്റേ ഡിവിഷനോട് മറ്റേ സൈഡില്ലേ 2ആയിട്ട് ഡിവൈഡ് ചെയ്ത് അപ്പുറത്തെ സൈഡിനോട് പറഞ്ഞു, നിങ്ങൾ എത്ര പോട്ട് വേണമെങ്കിൽ ഉണ്ടാക്കിക്കോ, മിസ്റ്റേക്ക് ഒന്നും വരുമെന്ന് വിചാരിക്കേ വേണ്ട, മിസ്റ്റേക്ക് ആവുമെന്ന് വിചാരിക്കേണ്ട, നിങ്ങൾ ഉണ്ടാക്കിക്കോ. അവർ അങ്ങനെ ഇട്ടു. ഇവരോട് ഒറ്റൊന്ന് മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. എന്ത് സംഭവിച്ചു എന്നറിയോ? അറ്റ് ദ എൻഡ് എന്ത് സംഭവിച്ചു എന്നറിയോ? ഈ ഒന്ന് മാത്രമേ ഉണ്ടാക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ ആൾക്കാർക്ക് ഒരു പോട്ടുണ്ട്. ഓക്കെ, ഒരു പോട്ടുണ്ട്, പക്ഷെ അത് പെർഫെക്റ്റോ ഒരു ബ്യൂട്ടിഫുള്ളോ അല്ല. തെറ്റിപ്പോവോ, മിസ്റ്റേക്ക് പറ്റുമോ, ഒറ്റൊരു പോട്ടല്ലേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അതിൽ ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു. മറ്റേ സൈഡോ, നിങ്ങൾ എത്ര വേണമെങ്കിലും ഉണ്ടാക്കിക്കോ, മിസ്റ്റേക്കിനെ കെയർ ചെയ്യണ്ട, ഇറ്റ്സ് ഓക്കെ, യു ട്രൈ മേക്കിംഗ് ഇറ്റ് ഗോ. അവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ ആദ്യം ഉണ്ടാക്കിയത് കോളായിരുന്നു, രണ്ടാമതാക്ക് 3 ഓക്കെ, 4ാമത് 5ാമതാക്കുമ്പോഴേക്കും വാവ്, 6ാമത് വെരി മച്ച്, 7ാമത് വാവ് ബ്യൂട്ടിഫുൾ. അപ്പം എന്താ സംഭവം? നമ്മൾ ഒരിക്കലും ആദ്യമൊക്കെ മിസ്റ്റേക്ക് ആയിരിക്കും. സ്ലോലി നിങ്ങളിങ്ങനെ ചെയ്ത് നിങ്ങളെ കയ്യോട് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്താവുമ്പോൾ നിങ്ങൾ പെർഫെക്ഷനിലേക്ക് ഇങ്ങനെ സ്ലോലി മൂവ് ചെയ്യും എന്ന് വിചാരിച്ച് there is no perfection.
നിങ്ങൾ സ്ലോലി പെർഫെക്റ്റ് ആവുന്ന കാര്യത്തിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ മനസ്സിലാക്കുക മിസ്റ്റേക്സ് ഉണ്ട്, ഓക്കെ, നമ്മൾ മിസ്റ്റേക്ക് ചെയ്യുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് അതൊരു എൻഡ് അല്ല, അത് ലെസനായിട്ട് എടുക്കുക. ഇനി അങ്ങനത്തെ മിസ്റ്റേക്ക് ഉണ്ടാക്കാൻ പാടില്ല. ആ മിസ്റ്റേക്കിന് ലെസനായിട്ട് എടുത്തിട്ട് വീണ്ടും പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇത് ഓർത്തെടുക്കുക. ഓ, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇങ്ങനെ ചെയ്തപ്പോഴാണ് മിസ്റ്റേക്ക് ആയത്, അങ്ങനെ ചെയ്യാൻ പാടില്ല. സ്ലോലി യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഞാൻ എന്താ ചെയ്യേണ്ടത്. അതിനനുസരിച്ച് മാറുമ്പോൾ വാട്ട് ഹാപ്പൻസ്, യു വിൽ ബിക്കം പെർഫെക്റ്റ് ആവില്ല, പക്ഷെ യു വിൽ ബി മൂവിങ് ടുവേർഡ്സ് പെർഫെക്ഷൻ. ഓക്കെ, അപ്പോൾ യു ഹാവ് ടു ബ്രേക്ക് ദ 6th മൈൻഡ് സെറ്റ്. എന്താണത്? ഐ ഷുഡ് നോട്ട് മേക്ക് മിസ്റ്റേക്ക്, ഞാൻ തെറ്റ് വരുത്താനേ പാടില്ല എന്നുള്ള ആ മൈൻഡ് സെറ്റ് നമ്മൾ ബ്രേക്ക് ചെയ്തു. 7ാമത്തെ മൈൻഡ് സെറ്റ് നമ്മൾ ബ്രേക്ക് ചെയ്യാൻ പോവാണ്. എനിക്ക് സന്തോഷിക്കാൻ വിധിയില്ല. ഐ ഡോണ്ട് ഡിസേർവ് ഹാപ്പിനെസ്, ഐ ഡോണ്ട് ഡിസേർവ് സക്സസ്. അപ്പൊ എന്ത് സംഭവിക്കും? സന്തോഷിക്കാൻ പറ്റില്ല. ഈ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ, ഐ ഡോണ്ട് ഡിസേർവ് സക്സസ്, ഐ ഡോണ്ട് ഡിസേർവ് ഹാപ്പിനെസ് എന്ന് പറയുന്ന ഈ ഒരു മൈൻഡ് സെറ്റ് ആക്ച്വലി ഒരു ഹിഡൻ മൈൻഡ് സെറ്റാണ്. ആരും തുറന്നു പറയൂല, ഇതാരും തുറന്നു പറയില്ല, പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ കീപ്പ് ചെയ്യുന്ന ഒരു മൈൻഡ് സെറ്റാണിത്. ഇതെങ്ങനെയാ കാണിക്കാന്നറിയാം, പുറത്തേക്ക് എങ്ങനെയാ നമുക്ക് ഇവൾക്ക് ഇങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലേ എന്ന് പിടികിട്ടുന്ന എപ്പോഴാണെന്നറിയോ? ഇവരിങ്ങനെ സ്വന്തം തന്നെ എന്നെയൊക്കെ അങ്ങനെ എന്നെ അതിനൊന്നും കൊള്ളില്ലപ്പാ, ഞാൻ ഇങ്ങനത്തെ ഒക്കെ കുടുംബത്തിൽ ജനിച്ചല്ലേ, ഞാൻ ഇങ്ങനെയൊക്കെ അല്ലേ വളർന്നേ, എൻ്റെ ജീവിത സാഹചര്യമൊക്കെ ഇങ്ങനെയല്ലേ. ഒരു സെൽഫ് സാബിറ്റാജിങ്. ഓക്കെ, വേറൊരു കാര്യം എന്ന് വെച്ചാൽ ചില ആൾക്കാർ നമ്മൾ അപ്രീഷിയേറ്റ്, വാവ് യു ആർ അമേസിങ് ഇൻ ദാറ്റ് എന്ന് പറയുമ്പോൾ, നീ അതിൽ വളരെ നന്നായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ എന്നെ കളിയാക്കുന്നതാ. എനിക്കറിയാം, അവരെന്നോട് പറയാ നന്നായിട്ടുണ്ട്, അതെന്നെ കളിയാക്കിയതാ. എനിക്ക് മനസ്സിലായി. എപ്പോൾ എങ്ങനെ മനസ്സിലായി? അത് നമ്മളുടെ ഉള്ളിൽ ആ ചിന്തയുണ്ട്, ഐ ഡോണ്ട് ഡിസേർവ് ദിസ് ഹാപ്പിനെസ്. നോ, സോ നമ്മളോട് ഒരാൾ നല്ലത് പറഞ്ഞാലും നമുക്കത് തോന്നും എന്നെ കളിയാക്കിയതാ, എന്നെ കളിയാക്കി. വേറൊരു ചിന്ത ഇതിൽ വരുന്നതാണ്, അവന് അതൊക്കെ ഓക്കെയാണ്, പക്ഷെ എനിക്കതൊന്നും അവന് ഓക്കെ, എനിക്ക് ആ ജോലിയൊന്നും പറ്റില്ല. അപ്പം ആ ഒരു ഡിസേർവിങ് അല്ല എന്നുള്ളൊരു ഫീലിംഗ്. ഓക്കെ, അവനും ഞാനും ഒരേ ക്ലാസ്സിലാണ് പഠിച്ചത്, എന്നാലും അവന് എന്നെക്കാളും ബുദ്ധിയുണ്ട്, എന്നെ പോലെയല്ല. അപ്പോൾ ആ ജോലിക്ക് അവനാ നല്ലത്, ഞാൻ അത്ര പോരാ. ആ ചിന്ത, ഐ ഡോണ്ട് ഡിസേർവ് ദാറ്റ് ജോബ്, ഐ ഡോണ്ട് ഡിസേർവ് ദാറ്റ് ഹാപ്പിനെസ്, ഐ ഡോണ്ട് ഡിസേർവ് ദാറ്റ് പൊസിഷൻ, ഐ ഡോണ്ട് ഡിസേർവ് ദാറ്റ് സക്സസ്. അപ്രീസിയേഷൻ വേണ്ട എന്നല്ല, ഒരാൾ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നുകയാണ് ഇതെന്നെ എന്നെ കളിയാക്കുന്നതാ. എന്തുകൊണ്ടാണ് എനിക്കത് കളിയാക്കലായി തോന്നുന്നത്? കാരണം ഞാനത്ര ഡിസേർവിങ് അല്ലല്ലോ ഇതിനൊന്നും, ഞാനത്ര നല്ലതല്ല എന്നുള്ള ചിന്ത അവിടെ വീണ്ടും വന്നു. ഇവരിങ്ങനെ പറയുന്ന വെറുതെ എന്നെ കളിയാക്കുന്നതാ. നീ നല്ല സുന്ദരി ആയിട്ടുണ്ടല്ലോ, കളിയാക്കിയതാ. എന്നെ കാണാൻ കൊള്ളില്ല എന്നാ പറയുന്നത്, പറയാതെ പറഞ്ഞതാ. എനിക്ക് മനസ്സിലായി, എന്നെ കളിയാക്കിയതാ. കുറെ ആൾക്കാർ അങ്ങനെയും ഉണ്ട് കേട്ടോ. ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദിസ് മൈൻഡ് സെറ്റ്, ഐ ഡോണ്ട് ഡിസേർവ് ദിസ് എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് അവർ കീപ്പ് ചെയ്യുന്നുണ്ടാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പൊ തന്നെ നിങ്ങളെ എപ്പോഴും റൈറ്റ് ഹാൻഡ് നമ്മളെ നെഞ്ചത്ത് വെക്കുക, എന്നിട്ട് കണ്ണടച്ചിട്ട് ഡീപ്പ് ബ്രീത്ത് ഇന്നും ബ്രീത്ത് ഔട്ടും ചെയ്യുക. ഓക്കെ, എന്നിട്ട് റിപ്പീറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എപ്പോഴാണോ ഇങ്ങനൊരു ചിന്ത വരുന്നത്, ഞാൻ അത്ര ഡിസേർവിങ് അല്ല എന്നുള്ള ചിന്ത വരുന്നത്, അപ്പോഴൊക്കെ ചെയ്യേണ്ട സംഭവമാണ് ജസ്റ്റ് നെഞ്ചത്ത് വെക്കുക, ഡീപ്പ് ബ്രീത്ത് ഇന്നും ബ്രീത്ത് ഔട്ടും ചെയ്യുക. എന്നിട്ട് സ്വന്തത്തിനോട് പറയാം, ഐ ആം ലവബിൾ, ഐ ഡിസേർവ് ലവ്, ഐ ആം ലവബിൾ, ഐ ഡിസേർവ് ലവ്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയോ? നിങ്ങൾ സ്ലോലി നിങ്ങൾ നല്ല റിലേഷൻഷിപ്പിലേക്ക് പോകും, നല്ല ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളെ തേടി വരും. യു വിൽ നോട്ട് ബി കമ്പയറിങ് യുവർ സെൽഫ് വിത്ത് അതേഴ്സ്. ഇതെന്താ ശരിക്കും സംഭവിക്കുന്നത്? ഐ ഡോണ്ട് ഡിസേർവ് സക്സസ് എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നിങ്ങൾ കമ്പയർ ചെയ്യണം. എന്നെക്കാളും അവരാണ് നല്ലത്, എന്നെക്കാളും മറ്റയാളാണ് നല്ലത്, എന്നെക്കാളും ഇവനാ നല്ലത്. ആ കമ്പാരിസൺ അങ്ങോട്ട് മാറിക്കിട്ടും. സോ എപ്പോഴും സ്വന്തത്തിന് പറഞ്ഞു കൊടുക്കുക, യു ഡിസേർവ് ഇറ്റ്, യു ഡിസേർവ് ഹാപ്പിനെസ്, യു ആർ ലവബിൾ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക, ഐ എം ലവബിൾ, ഐ ഡിസേർവ് ടു ബി ലവ്ഡ്,
ഓക്കെ, അപ്പൊ 7th മൈൻഡ് സെറ്റ് ആണ് ഐ ഡോണ്ട് ഡിസേർവ് സക്സസ്, ഐ ഡോണ്ട് ഡിസേർവ് ഹാപ്പിനെസ് എന്നൊക്കെ ഉള്ള ആ ഒരു ചിന്ത നമ്മൾ എടുത്ത് കളയുന്നു. ഓക്കെ, അപ്പോൾ 8ാമത്തേലേക്ക് പോവാണ്. 8ാമത്തതാണ് ഇതൊന്നും അത്ര ഈസി അല്ലപ്പ, മതി, എന്നെ കൊണ്ട് പറ്റൂല, ഐ ക്വിറ്റ്. എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം കാണുമ്പോൾ ഇത് ഈസി അല്ല, ഞാനില്ല. ആ ചിന്ത എന്തത്? ജീവിതത്തിൽ ഏതൊരു കാര്യം ഫസ്റ്റ് എന്തായാലും ഈസി അല്ല. നമ്മളെല്ലാവരും വിചാരിക്കുന്നില്ലേ, 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് മക്കൾ വിചാരിക്കുന്നതാ സയൻസ് വേണ്ട, സയൻസ് ടഫാ, കൊമേഴ്സ് പോവാം. എന്താ കൊമേഴ്സ് എന്താ ഈസിയാണോ? കൊമേഴ്സിൽ എന്താ ഒന്നും പഠിക്കാനില്ലേ? അക്കൗണ്ടൻസി ഒക്കെ ഇങ്ങനെ ആകാശത്ത് നിന്ന് വരുമോ? ഇല്ല, എവറിത്തിങ് ഇസ് നോട്ട് ഈസി. നമ്മൾ ഈസി ആക്കുന്നതാണ്, പഠിച്ച് ഈസി ആക്കുന്നതാണ് അല്ലേ? സോ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം അൺകംഫർട്ടബിൾ ആണെന്ന് തോന്നുമ്പോൾ നമ്മൾ മനുഷ്യന്മാർ ചിന്തിക്കുന്നതാണ് ഐ ക്വിറ്റ്, താങ്ക് യു, എന്നെ കൊണ്ട് പറ്റില്ല, ഇത് ഈസി അല്ല, മതി, സോറി. റൈറ്റ്? നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അങ്ങനെ ചിന്ത വന്നിട്ടുണ്ടോ? ഇത് ഈസി അല്ല, എന്നാൽ ഇത് എന്നെ കൊണ്ട് പറ്റില്ല, ഐ ക്വിറ്റ്. എപ്പോഴെങ്കിലും ചെയ്യാതെ വിട്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഓപ്പർച്യൂണിറ്റി എടുക്കാതെ വിട്ടിട്ടുണ്ടോ? ഉണ്ടോ? എപ്പോഴും ചെയ്തു നോക്കുന്നുണ്ട് മാം, എന്താണെങ്കിലും അത് ചെയ്തു നോക്കുന്നുണ്ട്. ഗുഡ്. അപ്പൊ ഈ സ്ലോലി എന്താ സംഭവിക്കുന്നത്? അജ്ന മാമിന് എന്താ സംഭവിക്കുന്നത്? ബ്രെയിന് റീവയർ ആവാണ് അല്ലേ? അതെ, അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ ഈസി അല്ല എന്ന് പറയുന്നതൊക്കെ വീണ്ടും 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 ചെയ്തു നോക്കും, അപ്പൊ അത് ഈസി ആയിട്ട് വരും. അപ്പൊ നമ്മൾ ഈസി അല്ല, ഐ ക്വിറ്റ് എന്ന് പറഞ്ഞിട്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മളിങ്ങനെ ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് മനസ്സിലാവല്ലേ, ഓ ഈസി അല്ലപ്പ. അപ്പൊ എന്ത് സംഭവിക്കും? നമ്മളൊരു ജേണി തുടങ്ങി, ഒരു യാത്ര തുടങ്ങി, പക്ഷെ ഇടയ്ക്ക് വെച്ച് വി ആർ ടെല്ലിങ് ഈസി അല്ല, ഞാൻ വിടുന്നു. അപ്പൊ എന്ത് സംഭവിക്കും? നമുക്ക് എപ്പോഴും എന്ത് സംഭവിക്കും? ആ ജേണിയിൽ ഒരു എൻഡ് ഉണ്ടാവില്ല, ഒരു അവസാനം ഇല്ല. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യും, ഈസി അല്ല എന്ന് മനസ്സിലാക്കും, അവിടെ തന്നെ ബ്രേക്ക് ചെയ്യും, അതിനൊരു അവസാനമില്ല, അൺഫിനിഷ്ഡ് ജേണി ആയിരിക്കും. അപ്പൊ എവിടുന്നാ ഈ ഒരു ചിന്താഗതി, ഈ ഒരു മൈൻഡ് സെറ്റ് എവിടുന്നാ കിട്ടിയേ? മോഡേൺ കൾച്ചർ എന്നാട്ടോ. ഇപ്പൊ നമുക്കൊരു സംഭവമില്ല, നമ്മൾ റീൽസിന്റെ ലോകത്താണല്ലേ. റീൽസിൽ എന്താ സംഭവിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഓരോ റീലും ഓരോ ഇമോഷനായിരിക്കും. ഒന്ന് ചിലപ്പോൾ ഉമ്മാനെ ആദ്യമായിട്ട് കണ്ണ് കാഴ്ചയില്ലാതെ പെട്ടെന്ന് കാഴ്ച കിട്ടിയതിൻ്റെ സന്തോഷം ഒന്ന്. പിന്നെ എൻ്റെ മാതാവിനെ ആദ്യമായിട്ട് കാണുന്ന, ആ കണ്ണ് വെച്ച് എൻ്റെ മാതാവിനെ ആദ്യമായിട്ട് കാണുന്ന ആ ഒരു സങ്കടവും ആ സന്തോഷവും, ഒരു വല്ലാത്ത വൈബ്രേഷൻ. കഴിഞ്ഞു, സന്തോഷം, ഹാപ്പി എൻഡിങ്, നല്ല കുട്ടിക്ക് കണ്ണൊക്കെ കിട്ടി. അടുത്തത് വരുന്നത് കൊല്ലുന്നതായിരിക്കും. അന്നേരം നമ്മൾ കൊന്നു, പോട്ടെ, അത് വേറെ ഇമോഷൻ. അടുത്തത് വരുന്നത് വല്ല മറ്റേ ഡിസ്കോ ഡാൻസ് ആയിരിക്കും, അത് വേറെ ഇമോഷനിൽ പോയി. അങ്ങനെ നമ്മളുടെ ബ്രെയിൻ ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് എന്തൊക്കെയോ റിസൾട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് എപ്പോഴും സന്തോഷം കിട്ടാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്നു, പല 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 വീഡിയോസും കണ്ട് നമ്മളിങ്ങനെ ഇൻസ്റ്റന്റ് റിസൾട്ട്സാണ് നോക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? ഇറ്റ്സ് ഈസി, നമുക്ക് ഒരുപാട് സന്തോഷം കിട്ടുകയാണ്, ഹാപ്പിനെസ് കിട്ടുകയാണ്, ഇറ്റ്സ് ഈസി. നമ്മൾ ഈസി ആയിട്ട് കിട്ടുന്ന സാധനങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ. നമ്മളെ ബ്രെയിനും അങ്ങ് കംഫർട്ട് സോണിലെത്തി. കംഫർട്ട്, ഗുഡ്. പിന്നെ ചെറുപ്പത്തിലേ നമുക്ക് ട്രെയിൻ ചെയ്ത് തന്ന ആ സംഭവം ഉണ്ട്, എന്താണ്? മിസ്റ്റേക്ക് ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ള ആ മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ. അപ്പം മിസ്റ്റേക്ക് ഉണ്ടാക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈസി ആയ കാര്യങ്ങൾ ചെയ്യണം. ഈസി അല്ലാത്ത കാര്യങ്ങൾ ചെയ്താൽ എന്ത് സംഭവിക്കും? ചിലപ്പോൾ മിസ്റ്റേക്സ് വരും. അപ്പം ബെറ്റർ ഗെറ്റ്, അല്ലേ? അപ്പം എപ്പോൾ ചിന്തിക്കേണ്ടത് എന്താണ്? എന്തെങ്കിലും ഒരു ഫ്രിക്ഷൻ ഇല്ലാതെ ഒന്നും ഷൈൻ ചെയ്യൂല. നമുക്ക് ഇന്ന് നല്ല തിളക്കമുള്ള ഡയമണ്ട് ഉണ്ട്, ഡയമണ്ട് ആദ്യം ഷൈൻ ചെയ്യുന്നതാണോ? അല്ല, അവർ നല്ലോണം ഉരച്ച് അതിനെ വാഷ് ചെയ്ത് അതിനെ ക്ലീൻ ചെയ്ത് അതിനെ ഷേപ്പ് ചെയ്തിട്ടൊക്കെ ലാസ്റ്റാണ് ആ തിളങ്ങുന്ന ഡയമണ്ട് നമുക്ക് കിട്ടുന്നത്. സോ ഓൾവേസ് റിമെമ്പർ, നമ്മളുടെ ഉള്ളിലെ ഡയമണ്ടിനെ കിട്ടണമെങ്കിൽ നമുക്ക് ആദ്യം ഇതൊക്കെ കളഞ്ഞിട്ട് വേണം ആ ഷൈനിങ്ങിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും, ഒരു കാര്യം ഈസി അല്ല, പക്ഷെ ചെയ്തുകൊണ്ടിരിക്കുമ്പം ഈസി ആവും. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരു 5-6 വർഷം മുന്നേ ഞാൻ ഇങ്ങനെ ഇരുന്നിട്ട് ഒരു വെബിനാറൊക്കെ വേറെ ആൾ എടുക്കുന്ന കണ്ടപ്പോൾ ഞാനിങ്ങനെ, ഓ മൈ ഗോഡ്, ഇവരൊക്കെ എങ്ങനെയാ ഇങ്ങനെ സംസാരിക്കുന്നു, ഓ മൈ ഗോഡ്.
ദിസ് ഇസ് നോട്ട് ഈസി, എന്നെ കൊണ്ട് പറ്റില്ല. അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നു. അത് മാറ്റി ലെറ്റ്സ് ട്രൈ എന്ന് പറഞ്ഞിട്ട് പഠിക്കാൻ തുടങ്ങി. പഠിച്ച് ഇന്നിതാ ഐ ആം ടേക്കിംഗ് ഓഫ്ലൈൻ സെഷൻസ് ടു. എന്തുകൊണ്ടാണ്? ഈസി അല്ല, ഈസിയാന്ന് ഞാൻ പറയൂല, പക്ഷെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യു ബിൽഡ് ദാറ്റ്, യു റീവയർ യുവർ സെൽഫ്. അപ്പോൾ ഓൾവേസ് റിമെമ്പർ, വിത്തൗട്ട് ഫ്രിക്ഷൻ യു കനോട്ട് ഷൈൻ. ഓക്കെ, അപ്പോൾ 8th മൈൻഡ് സെറ്റ് എന്തായിരുന്നു? ഈസി അല്ലെങ്കിൽ ഞാൻ ക്വിറ്റ് ചെയ്യും. ആ മൈൻഡ് സെറ്റ് നമ്മൾ മാറ്റിക്കളഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മളുടെ 9ാമത്തെ മൈൻഡ് സെറ്റിലേക്ക് പോവാം. 9ാമത്തെ മൈൻഡ് സെറ്റാണ് എനിക്ക് മോട്ടിവേഷൻ ഇല്ലെങ്കിൽ തുടങ്ങാൻ പറ്റൂല. എത്ര പേര് ഇവിടെ മോട്ടിവേഷൻ കാത്തിരിക്കുന്നുണ്ട്? ഞാനുണ്ട്, അത്യാവശ്യം മോട്ടിവേഷൻ ഉള്ളത്. നമ്മളൊന്ന് അപ്രീഷിയേറ്റ് ഒക്കെ ചെയ്ത്, നീയാണടാ സംഭവം എന്നൊക്കെ പറഞ്ഞ് നമ്മളൊന്ന് യു ക്യാൻ ഡു ഇറ്റ്, യെസ് മാൻ യു ക്യാൻ ഡു ഇറ്റ് എന്നൊക്കെ പറഞ്ഞാൽ മാത്രമേ എന്നെ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ എനിക്ക് മൂടില്ല, ഒന്നും ചെയ്യാൻ മൂടില്ല. ആരെങ്കിലുമൊക്കെ വന്നൊന്ന് മോട്ടിവേറ്റ് ചെയ്തേ എന്നുള്ളൊരു ചിന്തയാണ്. നിങ്ങൾ മനസ്സിലാക്കുക, മോട്ടിവേഷൻ ഒരു കുളി പോലെയാണ്. കുളിച്ചു കഴിഞ്ഞാൽ നല്ല സുഖാണല്ലേ? ആ, പറയൂ. മോട്ടിവേഷൻ വീഡിയോസ് നോക്കി നോക്കി ലാസ്റ്റ് വേറെ എവിടെയോ എത്തും. അത് ചെയ്യുന്ന വേറെ. കാര്യം ചെയ്തുകൊണ്ട് പോരാ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ മോട്ടിവേഷൻ എന്ന് പറയുന്നത് നമ്മളെ കുളി പോലെയാണ്. ഒന്ന് കുളിച്ച് കഴിഞ്ഞാൽ കുറെ നേരത്തേക്ക് നല്ലൊരു ഉഷാറാണ് അല്ലേ, ഫ്രഷാണ്, സൂപ്പറാണ്. പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ സ്ലോലി വീണ്ടും പിറ്റേ ദിവസം കുളിക്കണം, ഒന്നും കൂടി ഒന്ന് ഉഷാറാവണമെങ്കിൽ. അതേപോലെയാണ് ഈ മോട്ടിവേഷൻ. ഇന്ന് മോട്ടിവേറ്റഡ് ആണ് എന്ന് വിചാരിച്ച് നാളെ മോട്ടിവേറ്റഡ് ആണോന്നില്ല. അപ്പോൾ ഓൾവേസ് റിമെമ്പർ, മോട്ടിവേഷൻ അല്ല നമുക്ക് വേണ്ടത്, നമുക്ക് ഇൻസ്പിറേഷൻ ആണ് വേണ്ടത്. ഇൻസ്പിറേഷനാണ് പെർമനന്റ്. നമ്മൾ ഉള്ളിലൊരു ഇൻസ്പിറേഷൻ ഉണ്ടാവണം. ഇതാണ് ഞാൻ ചെയ്യേണ്ടത്, ഇതെനിക്ക് ചെയ്യണം എന്നുള്ളൊരു ചിന്ത വരണം. അല്ലാതെ എല്ലാ ദിവസവും എവിടുന്നൊക്കെയോ ഇങ്ങനെ മോട്ടിവേഷൻ പുറത്തുനിന്ന് ഇങ്ങനെ വരട്ടെ ഞാൻ എന്നിട്ട് വേണം എനിക്കിന്ന് ചെയ്യാൻ. നോ, നമ്മുടെ ഉള്ളിൽ നിന്ന് ഇൻസ്പിറേഷൻ വരണം. ഓക്കെ, എന്നിട്ട് നിങ്ങൾ വേറൊരു കാര്യം കൂടി മനസ്സിലാക്കണം. ഈ മോട്ടിവേഷൻ എന്ന് പറയുന്നത്, നമ്മൾ ഒന്നും ചെയ്യാതെ ഇരുന്നാൽ നമ്മൾക്ക് മോട്ടിവേഷൻ ഒന്നും കിട്ടാൻ പോകുന്നില്ല. മോട്ടിവേഷൻ എന്ന് പറയുന്നത് തന്നെ മോട്ടീവ് ഇൻ ആക്ഷൻ എന്ന് പറയും. മോട്ടീവ് എന്ന് പറഞ്ഞാൽ എന്താ? മൂവ്മെന്റ്, അനക്കം. നമ്മൾ മൂവ്മെന്റ് നടത്തും, അതായത് ഒരു ആക്ഷൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സംഭവമാണ് ആക്ച്വലി മോട്ടിവേഷൻ. സോ നിങ്ങൾ ഇന്ന് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട സംഭവമാണ്, പെണ്ണെ മനസ്സിലാക്കിക്കോ, നീ ആക്ഷൻ എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് മോട്ടിവേഷൻ കിട്ടുള്ളൂ കേട്ടോ. മോട്ടീവ് ഇൻ ആക്ഷൻ ആ മോട്ടിവേഷൻ. അല്ലാതെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ട് മോട്ടിവേഷൻ കിട്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. നീ അവിടെ ഇരുന്നിട്ടാവും കൺഫ്യൂസ്ഡ് ആയി പോവും, സ്റ്റക്കായി പോവും, ഓവർ തിങ്കിലെത്തിപ്പോവും. അപ്പോൾ മോട്ടീവ് ഇൻ ആക്ഷൻ ആണെങ്കിൽ ആദ്യം ആക്ഷൻ എടുത്തോ, പിന്നെ മോട്ടിവേഷൻ ഇങ്ങനെ വന്നോളും. ഓക്കെ, അപ്പോൾ 9ാമത്തെ മൈൻഡ് സെറ്റ് ആണ് ഐ നീഡ് മോട്ടിവേഷൻ ടു സ്റ്റാർട്ട്. അതും ബ്രേക്ക് ചെയ്തേ. ഓക്കെ, ഇനി അന്ന് 1 തൊട്ട് 9 വരെയുള്ള നമ്മളുടെ മൈൻഡ് സെറ്റ് ഒന്ന് ആരെങ്കിലും ഒന്ന് പറയോ? യെസ്. പറയൂ. ചിലപ്പോൾ ഐ ആം നോട്ട് ഇനഫ് എന്നുള്ളത് അത് ബ്രേക്ക് ചെയ്യാം. സെക്കൻഡ്, മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നത് ബ്രേക്ക് ചെയ്യാം. പെർഫെക്ഷൻ ബ്രേക്ക് ചെയ്ത 3ാമത്. 4ാമത് ടൈം ഇല്ല എന്നുള്ളത് ബ്രേക്ക് ചെയ്യാം. 5 ഐഡന്റിറ്റി, നമ്മൾ എന്ത് വിചാരിക്കുന്നുള്ളത്, മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ള അത്. 5th പോയിന്റ് എന്താണ്? ഐഡന്റിറ്റി ക്രൈസിസ് ആണെന്ന് തോന്നുന്നു അല്ലേ മാം? ഇന്ന് ഞാൻ പറയൂല, ഞാൻ ലാസ്റ്റേ പറയുള്ളൂ. 7th 6th വൺ ഐ ഷുഡ് നോട്ട് മിസ്റ്റേക്ക്. ആരോ ഒരാൾ പറഞ്ഞു. ഓക്കെ, ഐഡന്റിറ്റി ക്രൈസിസ് ആണോ? ഹ്യൂമൻ ആരാ പറഞ്ഞത്? I should not make mistakes അല്ല 5ാമത്തത്. അത് 6th ആണ്. ഐ ഷുഡ് നോട്ട് മിസ്റ്റേക്ക് ചെയ്യില്ല എന്നുള്ളത് 6th വൺ. 7th വിധിയെ പഴിക്ക്, ഡെസ്റ്റിനിറ്റി ചേഞ്ച്. അതെനിക്ക് മനസ്സിലായത് കേട്ടോ. വിധി, എന്റെ വിധി ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട്. I I don't don't deserve. deserve to be happy എന്നുള്ളത്. യെസ്. 8th പോയിന്റ് ഇതൊന്ന് ഈസി ഞാൻ ക്വിറ്റ് ചെയ്യാം, ഈസി അല്ല എന്നുള്ള തോന്നല്. പിന്നെ മോട്ടിവേറ്റ് ചെയ്ത് മാത്രമേ നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കാൻ പറ്റൂ എന്നുള്ള 9th പോയിന്റ്. 5ാമത്തെ എന്തായിരുന്നു? ഐഡന്റിറ്റി ക്രൈസിസ് ആണ് ഞാൻ എഴുതിയത്. ഐഡന്റിറ്റി ക്രൈസിസ് ആണ്. എന്തായിരുന്നു ആ ടോപ്പിക്? എന്നെ Identity. തല്ലേണ്ട അമ്മാവ. ഞാൻ നന്നാവൂല. Okay. അപ്പൊ ഇനി മറക്കില്ലല്ലോ അത് 5ാമത്തെ. ഇല്ല, അപ്പൊ അത് ഒട്ടും മറക്കൂല. ഇനി അത് ഓക്കെ, അപ്പൊ നമുക്ക് ഇനി 10ാമത്തേലേക്ക് പോവാം.
ഓക്കെ. 10ാമത്തതാണ് എൻ്റെ പാസ്റ്റ് കൺട്രോൾസ് മൈ ഫ്യൂച്ചർ. മൈ പാസ്റ്റ് കൺട്രോൾസ് മൈ ഫ്യൂച്ചർ. ശരിയാണ്, നമ്മളുടെ ജീവിതത്തിൽ പണ്ട് എന്തൊക്കെയാണോ സംഭവിച്ചത് അത് തന്നെയാണ് നമ്മൾ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ശരിയാണ്, നമ്മളുടെ പാരൻറ്റിങ് എങ്ങനെയായിരുന്നോ, നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ ട്രോമാസ് ആണോ സംഭവിച്ചത് ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ നിങ്ങളതൊരു മൈൻഡ് സെറ്റായിട്ട് കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ ഒരുപാട് ബ്ലോക്ക് ചെയ്യും. ഓക്കെ. അപ്പം നിങ്ങൾക്ക് സെൽഫ് ഡൗട്ട് വരും. നിങ്ങൾക്ക് സപ്പോസ് നിങ്ങളുടെ വീട്ടിൽ തന്നെ ആ പൊതുവെ വരുന്ന ഒരു ലേബൽ ഉണ്ട്. എന്താണെന്നറിയാം? കടിഞ്ഞൂൽ പൊട്ടൻ. നിങ്ങളുടെ നാട്ടിലുണ്ടോ അങ്ങനത്തെ വേർഡ്? യെസ്, ഞാൻ കേട്ടിട്ടുണ്ട്. ആ ഞാനൊക്കെ അതാണ് കേട്ടോ. എന്ത് ചെയ്യാനാ, നമ്മൾ കടിഞ്ഞൂലായി ജനിച്ചു പോയി. എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? അങ്ങനെ ഒരു സംഭവം അങ്ങനെ ഉണ്ടോ? ഐഡിയ ഇല്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. മൂത്ത കുട്ടികൾ എപ്പോഴും പറയുന്ന സംഭവമാണ് കടിഞ്ഞൂൽ പൊട്ടെന്ന്. പക്ഷെ ആക്ച്വലി അത് നമ്മളുടെ തെറ്റാണോ അജിത? പറയൂ, നമ്മളുടെ തെറ്റാണോ? നമ്മളുടെ പാരൻസ് ആദ്യമായിട്ട് പാരൻസ് ആയിട്ട് നമ്മളെ ഒരു ഗിന്നി പിഗിനെ പോലെ കണ്ടിട്ട് നമ്മളെ പൊട്ടെന്ന് വിളിക്കുന്നത് ശരിയാണോ? ഇപ്പൊ പറ, ആണോ? പാരന്റിങ് നമുക്ക് മനസ്സിലാവും. പാരന്റിനോടല്ല പറയേണ്ടത്, നിങ്ങളാണ് കടിഞ്ഞൂലിനെ പൊട്ടനാക്കിയതെന്ന്. ഇപ്പൊ പറയാം. ശരിക്കും അതല്ല സംഭവിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ തന്നെ നമുക്ക് മനസ്സിലാകുന്നില്ലേ, നമ്മളുടെ ഫസ്റ്റ് ചൈൽഡ് നമ്മൾ പാരന്റ് ചെയ്ത രീതിയും സെക്കൻഡ് ചൈൽഡിനെ പാരന്റ് ചെയ്യുന്ന രീതിയും തേർഡ് ചൈൽഡിനെ പാരന്റ് ചെയ്യുന്ന രീതിയും ഒക്കെ വ്യത്യാസമുണ്ട് അല്ലേ? സോ ഓൾവേസ് ഇറ്റ്സ് ഓൾവേസ് ഗുഡ് ഈ പാരന്റിങ് എന്ന് പറയുന്ന ആ ഒരു സ്കില്ലൊക്കെ പഠിച്ചെടുക്കുന്നത് നല്ലതാണ്. കാരണം നമുക്ക് പിന്നെ ഈ കടിഞ്ഞൂൽ പൊട്ടനുള്ള വിളിയൊന്നും വിളിക്കേണ്ടല്ലോ. കാരണം നമുക്ക് അറിയാത്തോണ്ട് അത് കടിഞ്ഞൂലും പൊട്ടനും ആയത് അല്ലേ? അത് അപ്പോ ഞാൻ പൊതുവെ പറയുന്നത് സോറി, ഞാൻ കടിഞ്ഞൂലാണ്, പക്ഷേ എന്നെ പൊട്ടനാക്കിയത് ഞാനല്ല. ഓക്കെ ഓക്കെ, കമ്മിങ് ടു ദ പോയിന്റ്. മൈ പാസ്റ്റ് കൺട്രോൾസ് മൈ ഫ്യൂച്ചർ. എന്താന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ കുട്ടിക്കാലം തൊട്ടിട്ട് ഇതുവരെ നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും, കുറേ മിസ്റ്റേക്സ് വരുത്തിയിട്ടുണ്ടാവും, കുറേ ഫെയിലിയേഴ്സ് വരുത്തിയിട്ടുണ്ടാവും. അപ്പോൾ പാസ്റ്റിൽ മൊത്തം കിടക്കുന്നത് ഇത് തന്നെയാണ്, ഈ പാറ്റേണാണ് കിടക്കുന്നത്. അപ്പം ഞാനിങ്ങനെ വിചാരിക്കാം, അന്ന് തൊട്ട് ഇന്ന് വരെ ഇതൊക്കെ തന്നെയല്ലേ സംഭവിച്ചത്, ഇനി ഫ്യൂച്ചറിൽ ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുക, ഇനി ഇങ്ങനെ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പം ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ്, എൻ്റെ പാസ്റ്റൊക്കെ ഇങ്ങനെയാണ്, എൻ്റെ കാര്യം പോക്കാണ്, എൻ്റെ ചിന്തകൾ ഇങ്ങനെയാണ്. ഈ ഒരു ഫീലിംഗ് നമ്മൾ വെക്കുകയാണ്. എൻ്റെ പാസ്റ്റ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ഞാൻ ഫ്യൂച്ചറിനെ നോക്കുക. ആഹാ ഇതിങ്ങനെയാണെങ്കിൽ അതങ്ങനെയാണ്. നോ, ഡോണ്ട് കീപ് ദാറ്റ് മൈൻഡ് സെറ്റ്. നിങ്ങളുടെ പാസ്റ്റ് എന്ന് പറയുന്നത് അതൊരു ചാപ്റ്ററാണ്, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചാപ്റ്ററാണ്. ആ ചാപ്റ്റർ കഴിഞ്ഞു. അത് അപ്പം നമ്മുടെ ഇവിടെ എന്താ ചെയ്യണേ, മൈ പാസ്റ്റ് കൺട്രോൾസ് മൈ ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ ആ ചാപ്റ്റർ തന്നെ ഞാൻ ഈ പുസ്തകം ഫുള്ളാക്കുക. നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത് ഇതൊരു പുസ്തകമാണ് അല്ലേ? ഇറ്റ്സ് എ ബുക്ക്. ആ ബുക്കിൽ ഈ ചാപ്റ്റർ തന്നെ ഞാനിങ്ങനെ വലിച്ചു നീട്ടിയിട്ട് അതിനെ തന്നെ ഒരു പുസ്തകമാക്കി മാറ്റേണ്ട ആവശ്യമില്ല. അതൊരു ചാപ്റ്ററാണ്, അവിടെ കിടക്കട്ടെ. ചാപ്റ്റർ കഴിഞ്ഞു. ആ ചാപ്റ്റർ കഴിഞ്ഞ് ഞാൻ ഇനി വീണ്ടും പുതിയൊരു ചാപ്റ്റർ തുറക്കുകയാണ്. ഇനിയുള്ള പുതിയ ചാപ്റ്റർ ഞാൻ ഇപ്പോൾ എഴുതുന്നത് പോലെ എനിക്ക് ചെയ്യാൻ പറ്റും. വി ക്യാൻ റീറൈറ്റ് ഇറ്റ്. നിങ്ങൾക്കറിയോ, ഇഫ് യു ഗോ ഇൻ ടു റിലീജിയൻ ഓൾസോ, പടച്ചോൻ നമുക്കൊരു വഴി വെച്ചിട്ടുണ്ട്, നമ്മുടെ ജീവിതത്തിൽ വഴി വെച്ചിട്ടുണ്ട്. വേസ് ആർ ദെയർ ഇൻ അവർ ലൈഫ്, പടച്ചോൻ തന്നെ വെച്ചിട്ടുണ്ട്. പക്ഷെ പടച്ചോൻ വേറൊരു കാര്യം കൂടി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ദുആയിലൂടെയോ നിങ്ങളുടെ പ്രാർത്ഥനയിലൂടെയോ നിങ്ങൾക്കത് മാറ്റിയെടുക്കാൻ പറ്റുമെന്ന്. വിശ്വസിക്കുന്നുണ്ടോ നിങ്ങളത്? ഡെസ്റ്റിനി മാറ്റാൻ നിങ്ങൾക്ക് സാധ്യമാണ്. ഡെസ്റ്റിനി മാറ്റാൻ പറ്റുമെന്ന്. അതിന്റെ അർത്ഥം എന്താ? നിങ്ങൾക്കത് എപ്പോഴാണോ നിങ്ങളുടെ ചാപ്റ്റർ അടച്ചിട്ട് പുതിയ ചാപ്റ്റർ തുടങ്ങണം എന്ന് വിചാരിക്കുന്നത് അന്ന് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് നിങ്ങളുടെ പുതിയ ചാപ്റ്റർ എഴുതാൻ പറ്റും. ആരെയാണ് അറിയിക്കുന്നത് ഇന്ന് ക്ലാസ് ഉണ്ടെന്ന്? എനിക്ക് സന്തോഷായി. ആരാണ് മുത്തേ? എന്റെ മദറിലോ ആണ് കൂടെ ഉള്ളത്. ഞാൻ മൈക്ക് ഓൺ ചെയ്ത് ഓർമ്മയില്ല, അതാണ് പറഞ്ഞത്. സോറി. ലൈല മാഡം, അതിനെ കുറിച്ചൊരു ഹദീസില്ലേ, അദ്വാഉ റദ്ദുൽ ബലാ, അദ്വാഉ റദ്ദുൽ ബലാ, പ്രാർത്ഥന നമ്മുടെ വിപത്തിനെ തടുക്കുന്നു. അപ്പൊ പടച്ചോൻ എന്തിനാ നമുക്കത് പറഞ്ഞു തന്നെയെന്നറിയോ? ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത് പണ്ട് ഇത് സംഭവിച്ചാൽ ഫ്യൂച്ചറിൽ ഇത് തന്നെ സംഭവിക്കാം. നോ, നിങ്ങളെ 10ാമത്തെ മൈൻഡ് സെറ്റ് ബ്രേക്ക് ചെയ്യേണ്ടത് അതൊരു ചാപ്റ്റർ ആയിരുന്നു, ഞാൻ ഇന്ന് പുതിയ ചാപ്റ്ററാണ്, നാളെ വേറെ ചാപ്റ്ററാണ്. നാളത്തേക്ക് വേണ്ടിയിട്ട് ഇന്ന് നമുക്ക് പുതിയ ചാപ്റ്റർ എഴുതി തുടങ്ങാം.
ദാറ്റ്സ് ഓൾ. അല്ലാതെ ആ ചാപ്റ്ററിനെ എടുത്തിട്ട് ഫുള്ള് പുസ്തകവും അത് തന്നെ ആക്കിയിട്ട് ഇങ്ങനെ എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ, കട്ടപ്പോയാണല്ലോ എന്നുള്ള ചിന്ത ഒരിക്കലും വെക്കാനില്ല. സോ ബിക്കോസ് യു ആർ ബ്രേക്കിംഗ് ദ 10th മൈൻഡ് സെറ്റ്, ദാറ്റ് ഇസ് മൈ പാസ്റ്റ് കൺട്രോൾസ് മൈ ഫ്യൂച്ചർ എന്നുള്ള ആ മൈൻഡ് സെറ്റ് നിങ്ങൾ ബ്രേക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നമ്മളെ 10 മൈൻഡ് സെറ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. 10ാമത്തേതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഒരിക്കലും നിങ്ങളെ പാസ്റ്റ് എടുത്തിട്ട് ഫ്യൂച്ചറായിട്ട് കണക്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതൊരു ചാപ്റ്റർ ആയിരുന്നു. നിങ്ങൾ ഇന്ന് തൊട്ട് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആ പഠനം അനുസരിച്ചിട്ട് നിങ്ങൾ പുതിയൊരു ജീവിതം നയിക്കാൻ പോകുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ 10 മൈൻഡ് സെറ്റ് ഇവിടെ ബ്രേക്ക് ചെയ്തു. ഇതിൽ ഏത് മൈൻഡ് സെറ്റാണ് ഇന്ന് തന്നെ പൊട്ടിച്ചെറിയണമെന്ന് നിങ്ങൾക്ക് ഇപ്പൊ തോന്നുന്നത്? എല്ലാം ബ്രേക്ക് ചെയ്യണം അല്ലേ? അല്ല, എല്ലാം മിസ്റ്റേക്ക് ബ്രേക്ക് ചെയ്ത് മിസ്റ്റേക്ക് വരിക എന്നുള്ള ആ ആ ഒരു മിസ്റ്റേക്ക്. ഓക്കെ, ഗുഡ്. പിന്നെ പെർഫെക്ഷൻ അത് പെർഫെക്ഷൻ. ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ദിസ് ഈസ് നോട്ട് ഈസി. ക്വിറ്റ് ചെയ്യാതിരിക്കുക. ഗുഡ്. ഓക്കെ, അപ്പൊ ഇന്ന് ഇവിടെ നിങ്ങൾക്ക് ഡോർസ് ഓപ്പൺ ആയിട്ടുണ്ട് അല്ലെ? ഒരു അവയർനെസിന്റെ ഡോർ ഓപ്പൺ ആയിട്ടുണ്ടോ? യെസ്. യെസ്, Yes, ma'am. Yes. അതാണ് ആക്ച്വലി ഇന്നെന്റെ അജണ്ട. മെയിൻ അജണ്ട അത് തന്നെയാണ്. നിങ്ങൾക്ക് ഒരു അവയർനെസ് ഡോർ ഓപ്പൺ ചെയ്ത് തരാം. അതായത് ഇങ്ങനത്തെ കുറേ മൈൻഡ് സെറ്റ് നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട്, അറിഞ്ഞോ അറിയാതെയോ. ഇത് എവിടുന്ന് വന്നു എന്ന് വെച്ചാൽ നമ്മളുടെ ഈ ജീവിത സാഹചര്യത്തിലൂടെ നമ്മൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ എടുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് ബ്രേക്ക് ചെയ്യുക. എന്തുകൊണ്ടാണ് ഞാനിത് ഈ ഒരു ടോപ്പിക്കുമായിട്ട് വന്നതെന്ന് വിചാരിച്ചാൽ, ഈ സാറ്റർഡേ കണ്ണൂർ ജില്ലയിലെ പഴങ്ങാടിയിൽ വെച്ചിട്ട് നമ്മളൊരു പ്രോഗ്രാം നടത്തുന്നുണ്ട്, ഓഫ്ലൈൻ പ്രോഗ്രാം. അതിനു വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഗ്രൂപ്പിലൊക്കെ ഇട്ടിട്ടുണ്ട്, എല്ലാവരും കണ്ടിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. അപ്പൊ അവിടെ ഗ്രൂപ്പിലിട്ടപ്പോൾ ഒരു 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 2-3 ആൾക്കാർ എന്നെ പറഞ്ഞു, പബ്ലിക് സ്പീക്കിംഗ് ആണല്ലേ? ഞാൻ പറഞ്ഞു അതെ. വേറെ പ്രോഗ്രാം ആയെങ്കിൽ എനിക്ക് വരായിരുന്നു. ഞാൻ ചോദിച്ചു പബ്ലിക് സ്പീക്കിംഗ് എന്താ? നിങ്ങൾ എന്നെ സ്റ്റേജിൽ കയറ്റൂലേ? എനിക്ക് സ്റ്റേജിൽ കയറാൻ പറ്റൂല, എനിക്ക് സ്റ്റേജിൽ കയറി സംസാരിക്കാൻ പറ്റൂല. പക്ഷെ നിങ്ങളെ ക്ലാസ് എനിക്ക് കേൾക്കണമായിരുന്നു. നിങ്ങൾ വേറെ ക്ലാസ് എടുക്കുമോ? അടുത്ത മാസം നിങ്ങൾ വേറെ ക്ലാസ് എടുക്കുമോ? എന്താ ഇവിടെ സംഭവിക്കുന്നത്? എന്താ ഇവിടെ സംഭവിക്കുന്നത്? പബ്ലിക് സ്പീക്കിങ്ങിന്റെ ക്ലാസ്സിൽ വരണം പോലും, പക്ഷെ ലെക്ചർ ക്ലാസ് ആണ് പോലും കേൾക്കേണ്ടത്. അങ്ങനെയാണോ? ആ മൈൻഡ് സെറ്റ് എപ്പോൾ ബ്രേക്ക് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിച്ചപ്പോഴാണ്, അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് മാത്രമല്ല, ഒരു 10-20 മൈൻഡ് സെറ്റ് ബ്രേക്ക് ചെയ്യാനുണ്ട്. പക്ഷെ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് 10 മൈൻഡ് സെറ്റ് നമുക്ക് ഇന്ന് ബ്രേക്ക് ചെയ്ത് കൊടുക്കാന്നുള്ള തീരുമാനത്തിൽ ഇവിടെ എത്തിയത്. പക്ഷേ അത്ഭുതപ്പെടുത്തുന്നു, നമ്മളുടെ ഗ്രൂപ്പിലുള്ള സജീറ മാം വടകരയിൽ നിന്ന് കണ്ണൂരിലേക്ക് വരുന്നുണ്ട് ഈ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അവരെയും ഞാൻ സല്യൂട്ട് ചെയ്യുന്നു. കാരണം അവരുടെ മൈൻഡ് സെറ്റ് വേറെ ലെവൽ തന്നെയാണ്. കാരണം ഷീസ് റെഡി to come from Vadagara to meet. I'm so happy and glad. Thank you so much, Sajira ma'am. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ സ്വാഗതം ചെയ്യാണ് നമ്മളുടെ സാറ്റർഡേ നവംബർ 8-ാം തീയതി രാവിലെ 10 മണി തൊട്ട് വൈകുന്നേരം 4 മണി വരെ അടിപൊളി പ്രോഗ്രാം പ്ലാൻ ചെയ്തിട്ട് വിത്ത് സോ മച്ച് ഓഫ് ഗെയിംസും സോ മച്ച് ഓഫ് ആക്ടിവിറ്റീസും. അല്ലാതെ ലെക്ചർ ക്ലാസ് കേൾക്കാന്ന് വിചാരിച്ചു വരണ്ട, ലെക്ചർ ക്ലാസ് ഉണ്ടാവില്ല. നമ്മൾ കളിച്ച് ചിരിക്കുക, പഠിക്കുക, അതാണ് മെയിൻ അജണ്ട ഓഫ് ദ പ്രോഗ്രാം. ഓക്കെ, അപ്പോൾ ഫുഡ് അടക്കം ദ ഹോൾ ഡേ പ്രോഗ്രാം കോസ്റ്റ് യു 599, 599 രൂപ മാത്രമാണ്. ചെറിയൊരു ഫീസിൽ നമ്മൾ നടത്തുന്നതാണ്. സോ ദാറ്റ് ആർക്ക് വേണം എല്ലാവർക്കും വരട്ടെ, എല്ലാവരും വരട്ടെ, ഈ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യട്ടെ എന്ന ചിന്ത കൊണ്ട് തന്നെയാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇന്ന് രാത്രിക്കുള്ളിൽ തന്നെ പറയണം. കാരണം ഇത് പബ്ലിക് സ്പീക്കിംഗ് പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ നമുക്ക് ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ ഉള്ളൂ. കാരണം ഒരുപാട് സീറ്റ് ഇട്ടിട്ട് ഇരുത്താനല്ല, നമുക്കിങ്ങനെ ഓടിക്കളിക്കാനുണ്ട്, അവിടുത്തെ ചാടിക്കളിക്കാനുണ്ട്. ചാടിക്കളിക്കൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യണം, സ്പേസ് വേണ്ടേ? അപ്പോൾ അതിനനുസരിച്ചുള്ള ലിമിറ്റഡ് എമൗണ്ട് ഓഫ് പീപ്പിളിനെ മാത്രമേ നമ്മൾ കയറ്റുന്നുള്ളൂ. അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും ഹൂവർ ഈസ് ഇൻട്രസ്റ്റഡ് ക്യാൻ കം ഫോർ ദ പ്രോഗ്രാം. ഓക്കെ, ഇറ്റ്സ് ഇൻ കണ്ണൂർ ജില്ല, പഴങ്ങാടി സൈഡിൽ, പഴങ്ങാടി ബസ് സ്റ്റാൻഡിൽ ഇറങ്ങാം. നേരെ മുന്നിലത്തെ ബിൽഡിംഗ് തന്നെയാണ് പ്രോഗ്രാം. ഓക്കെ, ഓൺ ദാറ്റ് നോട്ട് എന്താണ് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഓർ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇന്നത്തെ ഈ ഒരു സെഷനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? കണ്ണൂർ ജില്ലയിലെ പ്രോഗ്രാമിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്ത് വേണമെങ്കിലും ചോദിക്കാം, പറയൂ. അതായത് പെർഫെക്ഷൻ എന്ന് പറഞ്ഞ സംഭവത്തില് എനിക്കില്ല, എന്റെ ബാക്കിയൊക്കെ ക്ലീൻ ആയിരിക്കും. എന്റെ കുട്ടികളുടെ ഒരു കബോർഡിൽ ഒരു ചെറിയൊരു പാർട്ടെങ്കിലും ക്ലീൻ അല്ലെങ്കിൽ എനിക്കത് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയി ഫീൽ ചെയ്യുന്നുണ്ട്. OCD ഉണ്ടോ? അത് ശരിക്കും ചില സമയം പിള്ളേർ ഇപ്പൊ പറയാൻ തുടങ്ങി OCD ആണെന്ന് തോന്നുന്നു.
എത്ര നീറ്റാക്കിയാലും നീറ്റല്ല എന്ന് പറയും. അതുപോലെ തന്നെ പിള്ളേർ പഠിക്കുന്നത് അവരാ ഒരു പെർഫെക്റ്റ് ശരിയല്ല അതെല്ലാത്തിനും ഒരു പോരാന്നുള്ളൊരു ഇത് വരുന്നുണ്ട്. അല്ല, അത് ഞാൻ പറഞ്ഞ ചെറിയതൊക്കെ പെർഫെക്ഷൻ ഓക്കെയാണ്. ഭയങ്കര ബുദ്ധിമുട്ടില്ല. വല്ലാണ്ട് നമ്മൾ അലട്ടണമെങ്കിൽ മാത്രമേ അത് OCD-യിലേക്ക് പോകുന്നുള്ളൂ കേട്ടോ. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടേ. ഇല്ലെങ്കിൽ വൃത്തിമാനാരം ഇല്ലാത്തവളെന്ന് വിളിക്കൂലേ. നമുക്ക് അത് വൃത്തിയുടെ ഒരു ഭാഗമാണ്, അല്ലെങ്കിൽ ഒരു ഓർഗനൈസിങ്ങിന്റെ ഒരു ഭാഗമാണ്. പക്ഷെ നമുക്ക് ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ അതിങ്ങനെ വീഴുന്ന കാണുമ്പോൾ നമുക്കിങ്ങനെ ചൊറിഞ്ഞു വരുന്നുണ്ടെങ്കിൽ നാച്ചുറലി അത് OCD ആയി മാറിയിട്ടുണ്ടാവും. പക്ഷെ എനിക്ക് തോന്നുന്നില്ല, മാമിന്റെ ഒരു സൗണ്ട് കേട്ടിട്ട്, മാമിനെ കാണുന്നില്ല, പക്ഷെ സൗണ്ട് കേട്ടിട്ട് എനിക്ക് തോന്നുന്നില്ല ദാറ്റ് ഇസ് നോട്ട് OCD. ദാറ്റ്സ് ജസ്റ്റ് മക്കളെ ഇങ്ങനെയല്ല, ഇത് നന്നായി ഓർഗനൈസ് ചെയ്ത് വെക്കണം കേട്ടോ എന്നുള്ള ഒരു ഫീലിംഗ് കൊണ്ട് നിങ്ങൾ പറഞ്ഞു തന്നതാണ്. ദാറ്റ്സ് വാട്ട് ഐ ഫീൽ. ഓക്കെ. അത് ഈ പക്ഷെ പറഞ്ഞ അത് പോലെ നിങ്ങൾ അത് മിസ്റ്റേക്കിന് കണക്ട് ആവുന്നുണ്ട്. അത് മിസ്റ്റേക്ക് ഉണ്ടാവാൻ പാടില്ല എന്നുള്ള ആ ഒരു ഇതുമായിട്ട് കണക്ട് ആവുന്നുണ്ട് അത്. പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ എന്താ പറയാ പറ്റും? സപ്പോസ് കുഞ്ഞു മക്കളാണോ? അല്ല, മൂത്താള് +2, രണ്ടാമത്തെ ആള് പിന്നെ ഇപ്പം 8th, ഇപ്പൊ മൂന്നാമത്തെ ആള് ഇപ്പൊ മാമിന്റെ ഏറ്റവും 3rd. വലിയ മാമിന്റെ ഏറ്റവും വലിയ ഒരു ഇതാണ് കബോർഡില് സാധനങ്ങൾ നേരെ ചെയ്യാൻ വെക്കുന്നില്ല. കുട്ടികളാവുമ്പോ ഡ്രസ്സ് കാര്യങ്ങള് അതെന്ന് വെച്ചാല് നൈറ്റി വെക്കേണ്ട അടുത്ത് അതന്നെ വെക്കണം. അത് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിക്കഴിഞ്ഞാൽ എനിക്ക് ദേഷ്യം വരും വല്ലാതെ. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? മക്കളാണ്, അവരങ്ങനെയാണ് അല്ലെ? 1. 2, നമുക്ക് ഓർഗനൈസേഴ്സ് വാങ്ങി വെക്കാം. ഓർഗനൈസേഴ്സ് ഉണ്ട്, അറിയില്ലേ? നമ്മൾ കബോർഡിൽ ഉണ്ട് ഓർഗനൈസേഴ്സ് ഉണ്ട്. ഓർഗനൈസേഴ്സ് അതൊക്കെ ഉണ്ട്. അതൊക്കെ ഉണ്ട്, എന്നിട്ട് ചെയ്യുന്നില്ല. അത് പിന്നെ മക്കള് ലേസി ആയിട്ടാണ്. ഉമ്മ അതൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും അവർ അത് ചെയ്യണം. അപ്പൊ ഇത് ഞാൻ ചെയ്തോളും. പറയില്ലേ, എന്റെ ഒരു ആണ്. സ്വഭാവത്തിന്റെ ഇതിൽ വരുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ വാങ്ങിക്കുന്ന സംഭവം എന്റെ അടുത്ത് ക്ലീനിങ് മെറ്റീരിയൽ ആയിരിക്കും. എന്റെ മൊഫ് തന്നെ 2-3 തരത്തിലുണ്ടാവും. ഈ ഒരു പ്രശ്നമായിട്ടുള്ളത്. മഫിന് പെർഫെക്റ്റ് ആവാത്തോണ്ടാ? മഫിന് പെർഫെക്റ്റ് അല്ല, അത് തുടച്ചാൽ ഇന്നത് ശരിയാവില്ല ചിലത്. അങ്ങനെ ഒരു പ്രശ്നം, ഒരു പെർഫെക്ഷൻ. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മാം പറഞ്ഞ പോലെ ആ പെർഫെക്റ്റ് ആവാണ്ട് ചെയ്യുമ്പോഴേക്ക് നാളെ ചെയ്യാം അപ്പൊ ഒരു കൺസിസ്റ്റൻസി ലൈഫിന് പ്രൊക്രാസ്റ്റിനേഷൻ വരും. കിട്ടുന്നില്ല. ട്രൂ. പ്രൊക്രാസ്റ്റിനേഷനിലേക്ക് പോകും. അപ്പൊ പെർഫെക്ഷൻ നോക്കേണ്ട ആവശ്യമില്ല. മക്കളെ സ്ലോലി അങ്ങ് പറഞ്ഞ് അത് അവരൊന്ന് ലൈക്ക് നൈറ്റ് വെക്കേണ്ടടുത്ത് നൈറ്റ് വെക്കണം, ഡ്രസ്സ് മറ്റേ കുർത്തി വെക്കേണ്ടടുത്ത് കുർത്തി വെക്കണം, അങ്ങനെയൊന്നുമില്ല. ഉള്ള ഡ്രസ്സ് എങ്ങനെയെങ്കിലും നീറ്റായിട്ട് വെക്കട്ടെ ഫസ്റ്റ്, എന്നിട്ട് നമുക്ക് വേർതിരിച്ചു കൊടുക്കാം. ഉള്ളത് വൃത്തിക്ക് വെക്ക്, ദാറ്റ്സ് ഫസ്റ്റ് തിങ്. പിന്നെ നമുക്ക് വേർതിരിക്കുന്ന കാര്യങ്ങൾ ചിന്തിക്കാം. ഓക്കെ. അതിപ്പം എന്റെ കാര്യത്തിലാണെങ്കിലും സോറി ഇന്റർഫിയർ ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ മാമിന്? ഇല്ല. ടൈം ഓക്കെ. അതിപ്പോന്ന് വെച്ചാല് ഇപ്പം ഞാൻ ജിമ്മിൽ പോണം. അപ്പം പോവാൻ എന്താ പറയുക, ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഒരു ഡയറ്റ് ആണെങ്കിൽ, ജിമ്മാണെങ്കിൽ ഇതൊരു അത്ര കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അവിടെയാണോ ടെൻഷൻ ആവുന്നത്? അപ്പൊ അത് ശരിക്കും എനിക്കത് അപ്പൊ രാവിലത്തെ അത് ചെയ്തിട്ടില്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് മറ്റേത് ചെയ്യാന്നുള്ള ഒരു ഇതില്ല. അത് ക്ലിയർ ആയില്ലല്ലോ എന്നായിരിക്കും മൈൻഡിൽ ഉണ്ടാവാം. അല്ല, അതിന് വേണ്ടി ടൈം ബ്ലോക്ക് ചെയ്യാം. ഈ സമയം ഞാൻ എന്തായാലും ഇതേ ചെയ്യുള്ളൂ, ദാറ്റ്സ് ഇറ്റ്. ആ സമയത്ത് അതിനെ ടൈം ബ്ലോക്കിംഗ് എന്ന് പറയാം. ടൈം ബ്ലോക്ക്, ആ ഒരു സമയത്ത് ഞാൻ അതേ ചെയ്യുള്ളൂ, വേറെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അതങ്ങനെയാണ്. ഓക്കെ, ടൈം ബ്ലോക്ക് ചെയ്തിട്ട് ചെയ്താൽ മതി. അപ്പൊ പിന്നെ ടെൻഷൻസ് ഒന്നും ഉണ്ടാവില്ല. ഇറ്റ്സ് ലൈക്ക് ടൈം ബ്ലോക്ക്. ആ സമയത്ത് ഞാൻ ഇതാണ് ചെയ്യുക. ഓക്കെ. എന്റെ കോഴ്സിന്റെ സ്റ്റാർട്ട് ചെയ്യേണ്ട സമയമായി. ആ സ്റ്റുഡൻസ് ഒക്കെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. വേറെ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇത് വൈൻഡ് അപ്പ് ചെയ്യാം. എന്റെ നമ്പർ എല്ലാവർക്കും ഉണ്ടല്ലോ. യു ക്യാൻ കോൾ മീ ഓർ മെസ്സേജ് മീ, വാട്ട് എവർ യു വാണ്ട് ടു ഡു. അങ്ങനെ ചെയ്യാം. ഓക്കെ, ഓൺ ദാറ്റ് നോട്ട് നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്താലോ? ഓക്കെ മാം, താങ്ക് യു. കണ്ണൂർ ജില്ലയിലുള്ള എല്ലാവരും എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യൂ. കണ്ണൂർ ജില്ലയിലുള്ളവരൊക്കെ ഞാൻ കാണും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഓൺ സാറ്റർഡേ. ഞാൻ വയനാടാണ്. വയനാടാണ്. നൈസ്. ഓക്കെ, കണ്ണൂർ ജില്ലയിലുള്ളവരൊക്കെ പോയോ? ഈസി അല്ലേ? ഞാൻ കണ്ണൂർ ജില്ലയിൽ തന്നെയാണ്, പഴയ കഴിയണം, പക്ഷെ ഞാൻ ദുബായിലാണ്. ഓക്കെ, എന്നാ ഫാമിലിയിൽ ആരെങ്കിലും താല്പര്യം വരുന്നവരുണ്ടെങ്കിൽ അവരെ അറിയിക്കൂ. ഓൺ ദാറ്റ് നോട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്താലോ? ഓക്കെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ബൈ ബൈ.